അപ്പൊ പ്രിയപ്പെട്ടവരെ, നമുക്ക് വിഷയത്തിലേക്ക് വരാം. ഒരു വീരനും ശൂരനും, രണ്ടാൾക്കാര്. ഈ വീരനും ശൂരനും ചെയ്ത ഒരു കാര്യം, നമ്മളെല്ലാവരും ഈ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് എത്തിപ്പെട്ടത് എന്തുകൊണ്ടാണ്? ഒരുപക്ഷെ നിങ്ങളുടെ ബന്ധുക്കളോ സുഹൃത്തുക്കളോ നിങ്ങളെ ക്ഷണിച്ച് ജീവിതത്തിന്റെ രണ്ടറ്റങ്ങളും കൂട്ടിമുട്ടിക്കാൻ വേണ്ടി പ്രയാസപ്പെടുന്ന നമുക്ക് ഒരു പ്രഥമ വരുമാനം ഉണ്ടാക്കിയിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പ്രയാസപ്പെടുമ്പോൾ ഒരു അധിക വരുമാനം ഉണ്ടാക്കി തരാം എന്ന് പറഞ്ഞിട്ടായിരിക്കും നിങ്ങളെ കൂട്ടി വന്നിട്ടുണ്ടാവുക. അതിനെന്താ ചെയ്യേണ്ടത്? അതിന് നമ്മൾ നമ്മുടെ വീട്ടിലേക്കും വ്യക്തികൾക്കും വാങ്ങുന്ന ഉൽപ്പന്നങ്ങൾ സാധാരണ വാങ്ങുന്ന സ്ഥലത്തു നിന്നും മാറിയിട്ട് ബ്രാൻഡ് ഒന്ന് മാറ്റുകയും ക്വാളിറ്റിയുള്ള ഉൽപ്പന്നങ്ങൾ വാങ്ങുകയും ആ വാങ്ങിയത് ഉപയോഗിക്കുകയും അത് തീർന്നാൽ വീണ്ടും വാങ്ങുകയും അത് ഉപയോഗിക്കുകയും അത് തീർന്നാൽ വീണ്ടും വാങ്ങുകയും അത് അങ്ങനെ നിലനിർത്തി പോവുകയും ചെയ്യുന്ന ഒരു രീതിയിലേക്കാണല്ലോ നമ്മളെ ക്ഷണിച്ചത്. ആണ് മലയാളികൾക്ക് ഒരു സ്വഭാവമുണ്ട്, നല്ലത് കണ്ടാൽ നാലാളോട് പറയുക എന്നുള്ളത്. നല്ലത് കണ്ടാൽ നാലാളോട് പറയും. അത് പണ്ടായിരുന്നു എന്നാ എനിക്ക് തോന്നുന്നത്. പക്ഷെ ഇപ്പോ കണ്ടാ പറയും, പക്ഷെ നല്ലത് കണ്ടാലല്ല എന്ന് മാത്രം. എന്തെങ്കിലും പ്രശ്നങ്ങളും നെഗറ്റീവും പ്രോബ്ലംസും കണ്ടാൽ മാത്രമേ ഇപ്പൊ എല്ലാവരും പറയുള്ളൂ. യഥാർത്ഥത്തിൽ നമ്മുടെ നാട്ടിൽ ഒരാള് നല്ലൊരു കാര്യം ചെയ്താൽ അത് വലിയ കാര്യമായിട്ട് അത് വലിയ പബ്ലിസിറ്റി ഒന്നും ആവില്ല. അത് ആരോടും പറയില്ല. കാരണം അത് നമ്മുടെ മനസ്സ് അനുവദിക്കൂല. എന്നാൽ അയാൾ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്ത് നോക്കട്ടെ, അത് എല്ലാവരും അറിയും. നമ്മുടെ നാട്ടില് പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അത് കാണാനും അത് നോക്കിയിട്ട് പ്രചരിപ്പിക്കാനും ആളുകൾക്ക് ആവേശമാണ്. പ്രശംസ ഉണ്ടാകുമ്പോൾ അതെല്ലാവരും മൂടി വെക്കും. എന്നാ നമ്മുടെ ഈ കമ്പനിയിലെ ഉൽപ്പന്നങ്ങൾ നല്ലത് കണ്ടിട്ട് അത് നല്ലതാണെന്ന് മനസ്സിലാക്കി നാലാളോട് പറഞ്ഞാൽ ജീവിതത്തിൽ നല്ല രീതിയിൽ മുന്നോട്ട് പോകുവാനുള്ള വരുമാനം ഉണ്ടാക്കി തരുന്ന ഒരു സുന്ദരമായ ഓപ്പർച്യൂണിറ്റി, അതാണല്ലോ ഡയറക്റ്റ് സെല്ലിംഗ്. ഈ ഡയറക്റ്റ് സെല്ലിംഗ് ചെയ്യുമ്പോൾ നമ്മുടെ കുറേ ചിന്തകളിലും കുറേ പ്രവർത്തനങ്ങളിലും ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു മാറ്റങ്ങൾ ഉണ്ടാവുക, അല്ലെങ്കിൽ മാറ്റങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളത് നിർബന്ധമാണ്. ഏതുപോലെ എന്ന് ചോദിച്ചാൽ, കാട്ടില് ഒരു ശില്പി ഇങ്ങനെ നടന്നു പോകുന്ന സമയത്ത് ഒരു ശില്പം കാണുന്നു. ശില്പം ഉണ്ടാക്കണം എന്ന് ആഗ്രഹിച്ചിട്ടൊന്നുമല്ല, അപ്പോൾ നല്ലൊരു ശില്പിയാണ്. അപ്പൊ ആള് ഇങ്ങനെ നടന്നു പോകുന്ന സമയത്ത് രണ്ട് കല്ല് കാണാണ്, രണ്ട് കല്ല്. ഈ രണ്ട് കല്ലുകൾ കൂട്ടുകാരായിരുന്നു. ആ രണ്ട് കല്ലും എന്നും ഇങ്ങനെ നമ്മൾ ഈ കാട്ടിൽ ഇങ്ങനെ കിടക്കുവാണല്ലേ, അങ്ങനെ ആ കാട്ടിൽ ഇങ്ങനെ ആസ്വദിച്ച് കിടക്കുന്ന സമയത്ത് ഒരു ശില്പി അതിലിങ്ങനെ പോകുമ്പോൾ ആ ശില്പിയോട് ഈ രണ്ട് കല്ലുകൾ ചോദിച്ചു, നിങ്ങൾ എങ്ങോട്ടാ പോകുന്നത്? ഞാൻ ഈ വഴി ഇങ്ങനെ പോവുകയാണ്. ഓക്കെ. അയാൾ അവിടെ ഇങ്ങനെ ഒരു മരത്തിന്റെ തള്ളിൽ ഇരുന്നു അവിടെ. അപ്പോഴാണ് ആ ഇരുന്ന സമയത്താണ് കല്ലുകൾ ഇങ്ങനെ ഇയാളോട് സംസാരിക്കുന്നത്. അപ്പൊ പറഞ്ഞു, നിങ്ങള് ഇങ്ങനെ കുറെ നാളായല്ലോ ഇവിടെ കിടക്കുന്നത്, നിങ്ങളെ വേണമെങ്കിൽ ഞാൻ നിങ്ങൾ നല്ല സുന്ദരമായ രൂപം ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞു. ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. ആദ്യത്തെ കല്ലിനെ എടുത്തു, ഇയാൾ കൊത്താൻ തുടങ്ങി. ഇയാളുടെ ഉളിയും അതിന്റെ ചുറ്റിയൊക്കെ എടുത്ത് അതിന്റെ എന്താ പറയാ ഉപകരണങ്ങളൊക്കെ എടുത്ത് അതിനെങ്ങനെ ചെത്തി കുത്തി ചെത്തി ഇങ്ങനെ ലെവലാക്കാൻ തുടങ്ങിയപ്പോ ആദ്യം എടുത്ത കല്ല് ഭയങ്കരമായിട്ട് കരയാൻ തുടങ്ങി, നിലവിളിക്കാൻ തുടങ്ങി. അയ്യോ എനിക്കിത് പറ്റില്ല, എനിക്ക് ഭയങ്കര പ്രശ്നമാണ് എന്ന് പറഞ്ഞ് കരയാൻ തുടങ്ങി. എന്നെ വിടി, എനിക്ക് അങ്ങനത്തെ സുഖമൊന്നും വേണ്ട, എന്നെ അങ്ങനെ കാണാൻ സൗന്ദര്യം വേണ്ട, ഞാൻ ഇങ്ങനെ തന്നെ കിടന്നോളാം, എനിക്കിതാണ് കംഫർട്ട്. ചില ആളുകൾ ഇതേപോലെ ചെത്തി നന്നാക്കുമ്പോൾ ഇതേപോലെ കരയും. അയ്യോ എനിക്ക് വേദന എടുക്കുന്നു, എനിക്കിപ്പോ പറ്റില്ല. അവർ ഭയങ്കര എക്സ്ക്യൂസ് രാജാക്കന്മാരായിരിക്കും. അതായത് നിങ്ങളെ നല്ലൊരു ശില്പാക്കാൻ വേണ്ടി നിങ്ങളുടെ അപ്പനെ വിളിക്കുമ്പോൾ, അയ്യോ സാറേ ഇന്ന് ഒരു കല്യാണമുണ്ട്. കല്യാണം ആരുടെ കല്യാണം? മകളുടെ കല്യാണമാണോ? അല്ല. മോന്റെ കല്യാണമാണോ? അല്ല. അനിയന്റെ, ഏട്ടന്റെ, പെങ്ങളുടെ? അല്ല. അമ്മാവന്റെ മോന്റെ? അല്ല. പിന്നെ ആരുടെ? ഞങ്ങളെ വീട്ടിന്റെ അടുത്തൊരു അയൽവക്കക്കാരനുണ്ടേ. ആ അയൽവക്കക്കാരന്റെ വീട്ടിലൊരു ഡ്രൈവർ പണിക്ക് ഒരാൾ വന്നിരുന്നേ. അയാളുടെ നാട് മണ്ണാർക്കാടാണ്. ആ മണ്ണാർക്കാടില് അയാളുടെ അച്ഛന്റെ അനിയന്റെ മോളുടെ വീട്ടിന്റെ അടുത്തുള്ള ഒരാളെ കെട്ടിച്ച് അയാളുടെ വീടിന്റെ അടുത്തുള്ള ആളുടെ കല്യാണം. അതെന്നാ? അത് അടുത്ത ഈ വരുന്ന 10-ാം തീയതി. 10-ാം തീയതി നമുക്ക് കോഴിക്കോട് പ്രോഗ്രാമില്ലേ സാറേ? 10-ാം തീയതി ആ കല്യാണത്തിന് പോകണം. നിങ്ങളെല്ലാം ബന്ധം? പക്ഷെ എന്താ, ഞങ്ങളെ വിളിച്ചിരുന്നു. എപ്പോ?
ഞങ്ങളുടെ വീട്ടിലെ അയൽവക്കത്ത് അവർ വന്നപ്പോൾ ഞങ്ങളെ കണ്ടപ്പോൾ വണ്ടി നിർത്താൻ വേണ്ടി മുറ്റത്ത് വന്നിരുന്നു. മുറ്റത്ത് നിന്നപ്പോൾ അയാൾ വണ്ടി എടുക്കാൻ വന്നപ്പോൾ ഞങ്ങളെ കല്യാണത്തിന് പോകണം. മനസ്സിലായില്ലേ? അങ്ങനത്തെ കല്യാണത്തിനൊക്കെ ഭയങ്കരമായിട്ട് പോകും. സൽക്കാരത്തിന് പോവുക. എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളുണ്ടെങ്കിൽ കാരണം കണ്ടെത്തി അങ്ങോട്ടേക്ക് പോവുക. ആ ശില്പി കത്തിയെടുത്ത് കുത്താൻ നേരത്തെ ഒരു പ്രോഗ്രാം നമ്മുടെ ഈ ഒരു ബിസിനസിന്റെ വിജയത്തിന് വേണ്ടി എന്തെങ്കിലും മീറ്റിങ്ങിനോ പ്രോഗ്രാമിനോ വിളിക്കുമ്പോൾ ആ ശില്പി എടുത്ത് കുത്തുകയാണ്. അപ്പൊ അവിടെ എക്സ്ക്യൂസ് വേദനിക്കുന്നു എന്ന് പറഞ്ഞു പോവുകയാണ്. കല്യാണം, പ്രസവക്കൂട്ടല്, ഫുട്ബോൾ കളി, ക്യാരം ബോർഡ് കളി, ലുഡോ ടൂർണമെന്റ് എന്നീ അത്യാധുനിക സംവിധാനങ്ങൾ കാണാനും കേൾക്കാനും അത് വിജയിപ്പിക്കാനും നമ്മൾ കാണിക്കുന്ന ഒരു ആവേശം നമ്മുടെ വിജയത്തിൽ സക്സസ് ഉണ്ടാക്കാൻ നമ്മൾ കാണിക്കുന്നില്ല. അതേപോലെ ഈ കല്ല് കരഞ്ഞു. അപ്പൊ അതിനെ അവിടെ വെച്ചു. അപ്പൊ മറ്റേ കല്ല് പറഞ്ഞു എന്നെ കുത്തിക്കോ എന്ന് പറഞ്ഞു. ആ കത്തി എടുത്ത് ആ കല്ലിനെ എടുത്ത് ഇങ്ങനെ കുത്തി ചെത്തി ഇങ്ങനെ നന്നാക്കുമ്പോ അയാൾ പറഞ്ഞു നല്ല വേദനയുണ്ട് കേട്ടോ, നിന്നെ നിർത്തണോ? വേണ്ട 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 വേണ്ട, നിങ്ങൾ പറഞ്ഞല്ലോ ഞാൻ സഹിച്ചാല് കുറച്ചു നാൾ സഹിച്ചാൽ മതി, അത് കഴിഞ്ഞാൽ എന്നെ നല്ലൊരു ശില്പാക്കാന്ന് പറഞ്ഞല്ലോ. ശില്പമായാൽ നിങ്ങൾക്ക് കൊള്ളാം, ശിഷ്ടകാലം സുന്ദരമായി ജീവിക്കാം. ശില്പമായില്ലെങ്കിൽ ഈ എന്താ പറയാ കാറ്റും വെയിലും മഴ പൊരി വെയിലും പെരുമഴയും കൊണ്ട് നിങ്ങൾ ജീവിക്കാം. അപ്പൊ പറഞ്ഞു കുറേ നാളായി ഈ പെരുമഴയും പൊരിവെയിലും കൊണ്ട് ജീവിക്കുന്നു, ഇനി കുറച്ച് വേദനിച്ചാൽ മതിയല്ലോ, ഏതായാലും അത്രയും വേദന ബാക്കി ശിഷ്ടകാലം നന്നായി ജീവിക്കാലോ, അതുകൊണ്ട് ഞാൻ സഹിക്കാൻ തയ്യാറാണെന്നുണ്ട് ആ കല്ലിനെ ശില്പമാക്കി. അയാൾ ശില്പത്തെ ആ കല്ലിനെ എന്താ ചെയ്തെന്നറിയോ? മറ്റുള്ള കല്ലിൽ നിന്നോ മണ്ണിൽ നിന്നോ ആ ശില്പത്തിലേക്ക് ഇങ്ങനെ ആഡ് ചെയ്യുകയല്ലായിരുന്നു ചെയ്തത്. അതിൽ നിന്നും ചെത്തിക്കുത്തി കുറെ സാധനങ്ങൾ ആ കല്ലിൽ നിന്ന് കളയുകയായിരുന്നു ചെയ്തത്. കുറെ സാധനം ഇങ്ങനെ കളഞ്ഞപ്പോ ആ ശില്പം സുന്ദരമായ രൂപമായി മാറി അല്ലേ? കണ്ണിന്റെ മുകളിലുള്ള കുറച്ച് ഭാഗങ്ങൾ നല്ല സുന്ദരമായ കണ്ണായി, മൂക്കായി, ചെവിയായി, കഴുത്തിന്റെ ഭാഗത്ത് കുറെ സാധനം കളഞ്ഞപ്പോൾ നല്ല സുന്ദരമായ കഴുത്തായി. അങ്ങനെ ആ കല്ലിൽ നിന്ന് ഏതൊക്കെയോ ഭാഗങ്ങൾ ആ ശില്പി ആഡ് ചെയ്യല്ലേ ചെയ്തത്, അതിൽ നിന്ന് കളയുക ചെയ്തത്. ഞാൻ പറഞ്ഞത് കത്തിയവരൊന്നിലേക്ക് ആ കല്ലിൽ നിന്ന് കുറെ സാധനങ്ങൾ കളയുകയാണ് പ്രിയപ്പെട്ടവരെ ചെയ്തത്. കളഞ്ഞപ്പോഴാണ് അതൊരു സുന്ദരമായ ശില്പമായി മാറിയത്, അല്ലാതെ കുറെ കൊണ്ട് ആഡ് ചെയ്തപ്പോഴല്ല. നിങ്ങളുടെ വീട്ടില് ആ ജനവാതിലോ അല്ലെങ്കിൽ ഇപ്പൊ അവിടെ ഇരിക്കുന്നിടത്ത് എന്തെങ്കിലും ഒരു കരവിരുതിന്റെ എന്തെങ്കിലും സാധനത്തിലേക്ക് നോക്കാൻ പറ്റുകയാണെങ്കിൽ ഒന്ന് നോക്കി നോക്കൂ. അതിനകത്തേക്ക് ഒന്നും ആഡ് ചെയ്തത് കണ്ടിട്ടുണ്ടാവില്ല, അതിൽ കുറെ സാധനം കളയുകയാ ചെയ്തേ. കളഞ്ഞപ്പോഴാണ് അത് സുന്ദരമായ രൂപമായത്. നമുക്ക് ജീവിതത്തിൽ നല്ലൊരു ശില്പമാകണമെങ്കിൽ നമ്മൾ കുറെ സാധനം ആഡ് ചെയ്യുന്നതിന് പകരം ആദ്യം എന്ത് ചെയ്യണം, കുറെ സാധനം കളയണം. കുറെ സാധനം കളഞ്ഞതിന് ശേഷമാണ് പിന്നെ ആഡ് ചെയ്യേണ്ടത്. ആദ്യമേ ആഡ് ചെയ്ത കളയാനൊന്നും ഉണ്ടാവില്ല. അങ്ങനെ ആ ശില്പത്തിൽ നിന്ന് കുറെ സാധനം കളഞ്ഞപ്പോ അയാൾക്ക് ഭയങ്കര വേദനയുണ്ടായി. ആ വേദന വന്നപ്പോ അത് സഹിച്ച് ആ ശില്പം സുന്ദരമായ രൂപം പ്രാപിച്ചു. അങ്ങനെ അതിനെ അവിടെ ഇട്ടിട്ട് ശില്പി പോയി. അതെ അതാ. അങ്ങനെ നോക്കുമ്പോ ഈ കല്ല് മറ്റേ കല്ലടിച്ചു, എന്റെ മോനെ നീ ഭയങ്കര ആള് മാറിയല്ലോ, നീ ഇത്ര വേദനിച്ചിട്ട് ഇത്രയും സാധനം. അപ്പൊ എന്ത് വേദനിച്ചാൽ എന്താ, ഇപ്പൊ ഞാൻ നല്ല സുന്ദരനായില്ലേ, അല്ല ഞാൻ നല്ല സുന്ദരിയായ ഒരു വിഗ്രഹമായില്ലേ എന്ന് പറഞ്ഞു. കാരണം കുറെ ദിവസം കഴിഞ്ഞപ്പോ നീ എന്ത് സുന്ദരിയായ ദേവതയായിട്ട് എന്താ കാര്യം, ഞാൻ കിടക്കുന്ന പോലെ കാറ്റും മഴയും കൊണ്ട് ഇങ്ങനെ കിടക്കുക എന്നല്ലാതെ വേറൊന്നുമില്ലല്ലോ, അതിനേക്കാൾ നല്ലത് ഞാൻ തന്നെയല്ലേ. എനിക്ക് അത്രയും വേദന എടുക്കേണ്ട, അന്നും ഞാൻ കാറ്റത്തും മഴയത്തും കിടക്കുന്നു, ഇന്നും ഞാൻ കാറ്റത്തും മഴയത്തും കിടക്കുന്നു. നീ ആ പോകുന്ന പിന്നെ ഇതില് കുറച്ച് ഏതോ ഒരു ശില്പിനെ ചെത്തി നീ കുറെ വേദന സഹിച്ച് നല്ല സുന്ദരമായ ശില്പാന്ന് പറഞ്ഞിട്ട് ഞാൻ കിടക്കുന്ന അതേ അവസ്ഥയിൽ നീയും കിടക്കുന്നു, പ്രത്യേകിച്ച് എന്താ മാറ്റമുള്ളത് എന്നും പറഞ്ഞ് ആദ്യം ആ ശില്പമാവാത്ത കല്ലിനെ ഇങ്ങനെ കളിയാക്കിക്കൊണ്ടിരിക്കുക. ജീവിതത്തിൽ നമ്മളെ പല ആളുകളും ഇതേപോലെ കളിയാക്കും. നീ ഇങ്ങനെയൊക്കെ ഓടിയിട്ടും എന്തുണ്ടാക്കി, നീ ഇത്രയൊക്കെ പ്രവർത്തിച്ചിട്ടും എന്തുണ്ടാക്കി, ഇങ്ങനെ കളിയാക്കിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് ഞാൻ കണ്ടില്ലേ ഒരു പണിക്കും പോകാതെ ഇങ്ങനെ ഇരിക്കുന്നത്, ഒരു പണിക്കും പോകാതെ. സംഭവം ഞാൻ പണ്ട് വിൽസൊക്കെ വലിച്ചതാ, ഇപ്പൊ ഞാൻ ദിനേശ് വീടും കണ്ണും ചുരുട്ടൊക്കെ വലിക്കുന്നത് ശരിയാണ്, പക്ഷെ എന്നാലും ഞാൻ പണിക്കൊന്നും പോകുന്നില്ല, വെറുതെ ഇങ്ങനെ ഇരിക്കുകയാണ്. നീ ഇങ്ങനെ ഓടിയിട്ടും നീ ഇവിടെ വന്നിരുന്നിട്ട് വാലേട്ടന്റെ വീട്ടിൽ പുട്ടും ചായയും കുടിക്കുന്നു രാവിലെ, ഞാൻ ഇങ്ങനെ ഓടാതെ രാവിലെ വന്നിട്ട് പുട്ടും ചായയും കുടിക്കുന്നു. നീ പിന്നെ പൈസ കൊടുക്കുന്നുണ്ട്, ഞാൻ പിന്നെ പറ്റിലെഴുതിക്കുന്നുണ്ട് എന്നുള്ളൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഇങ്ങനെയൊക്കെ പറയുന്ന ആൾക്കാരെ കണ്ടിട്ടില്ലേ? അതേപോലെ ഈ കല്ല് മറ്റേ പ്രതിമയോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക.
അങ്ങനെ പറഞ്ഞ് കാലം ഇങ്ങനെ കഴിഞ്ഞുകൊണ്ടിരിക്കുമ്പോ ആ കല്ലിനും തോന്നി ഒരു നിരാശ. ഛെ, ഞാനിങ്ങനെ അയാള് പറഞ്ഞത് ഇങ്ങനെ മാറ്റം ഉണ്ടാവും, ലൈഫിൽ മാറ്റം ഉണ്ടാവുന്നൊക്കെ പറഞ്ഞാ കൃത്യത. പക്ഷെ ഒരു സമയം അങ്ങനെ കുറെ കാലങ്ങൾ കഴിഞ്ഞപ്പോ കുറച്ച് ആളുകൾ അതിലിങ്ങനെ നടന്നു പോകും. നടന്നങ്ങനെ പോകുമ്പോ ആ മരത്തിനൊരു പ്രത്യേകത ഉണ്ട്. എല്ലാരും പോകുമ്പോ ഇങ്ങനെ ഒരു ഇരിക്കാൻ പറ്റിയ ഒരു അറ്റ്മോസ്ഫിയർ ഉള്ള ഒരു മരാണ്. നമ്മള് ഈ വാഹനം കൊണ്ട് പരിചയമില്ലാത്ത റൂട്ടിൽ കൂടെ ലോങ് പോകുമ്പോ നമ്മൾ വണ്ടി നിർത്താറില്ല ചില സ്ഥലങ്ങളില്. ആ വണ്ടി നിർത്തണം നമുക്ക് മനസ്സിന് കംഫർട്ടായ ഒരു സ്ഥലത്തേ വണ്ടി നിർത്തുള്ളൂ. അത് ആരും അവിടെ സ്റ്റോപ്പ് ഒന്നും എഴുതി വെച്ചിട്ടൊന്നും ഉണ്ടാവില്ല. അത് അങ്ങനത്തെ ഒരു സ്ഥലത്തങ്ങ് അറിയാതെ അങ്ങ് നിർത്തിപ്പോവും. അത് ഒരു മരത്തിന്റെ ചോടോ ഒരു പാലത്തിന്റെ സൈഡോ ഒരു വിശാലമായ പാർക്കിംഗ് പോലത്തെ അങ്ങനത്തെ സ്ഥലങ്ങൾ പ്രകൃതി നമുക്ക് ഒരുക്കി വെച്ചിട്ടാവും. അപ്പൊ അവിടെ ഇങ്ങനെ നിർത്തും. ചിലപ്പോൾ അവിടെ ഇരുന്നിട്ട് വട്ടത്തിരുന്ന് ഭക്ഷണം കഴിക്കും. ചിലപ്പോൾ അവിടെ ഇരുന്ന് മൂത്രമൊഴിച്ചിട്ട് പോകും. ചിലപ്പോൾ അവിടെ കുറച്ചു നേരം ഇരുന്നിട്ട് പോകും. അങ്ങനെയൊക്കെയുള്ള ചില സ്ഥലങ്ങളുണ്ടാവും. അത് ആരും പ്രത്യേകിച്ച് അതിനുവേണ്ടി അലോക്കേറ്റ് ചെയ്തതല്ല. അതേപോലത്തെ ഒരു മരാ ഇത്. അതുകൊണ്ടാണ് അവിടെ ഇരിക്കുന്നതും ഈ അങ്ങനെ അവിടെ പോയപ്പോ കുറച്ചാൾ ഇരുന്നപ്പോ ഇങ്ങനെ നോക്കുമ്പോ എടാ ഒരു കല്ല്, എടാ ഇത് നോക്കടാ ഇവിടെ ഒരു ശില്പടാ. ആ ശില്പം. അങ്ങനെ വന്നു ആ ശില്പത്തെ എടുത്തു കഴിഞ്ഞപ്പോ പറഞ്ഞു എടാ ഇത് ഒരു ദേവി വിഗ്രഹമാണ് കേട്ടോ. ഇതിങ്ങനെ ഇവിടെ ആരോ കൊണ്ടുപോയിട്ടൊന്നല്ല. ഇതില് ഭയങ്കരമായ ഒരു ദൈവികതയുണ്ട്, ഒരു പരിവേഷമുണ്ട്. അതുകൊണ്ട് ഇതിനെ ഇങ്ങനെ ഇട്ടാ ശരിയാവില്ല. നമുക്കൊരു കാര്യം ചെയ്യാം, ഈ മരം, ഇതിന്റെ ചുവട്, ഇതൊക്കെ ഭയങ്കര ഭംഗിയുള്ള കാര്യം. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇവിടെ എവിടെയെങ്കിലും ഒന്ന് ഇങ്ങനെ പ്രതിഷ്ഠിക്കാം. എങ്ങനെ പ്രതിഷ്ഠിക്കുമ്പോൾ എന്ത് ചെയ്യണം? ആ കല്ലെടുത്ത് വെച്ച് അതിന്റെ മേലെ ഒരു കൂരിയൊക്കെ കെട്ടി അതിനൊരു പവിത്രമായ സ്ഥലമൊക്കെ ഉണ്ടാക്കി അതിനെന്ത് ചെയ്തു, നേരെ ഇരുത്തിയിട്ട് ആ ദേവി വിഗ്രഹത്തെ ഇങ്ങനെ അവിടെ പ്രതിഷ്ഠിച്ചു. ഇതിനെ നമുക്ക് ഇവിടെ പ്രതിഷ്ഠിക്കണം എന്ന്. പ്രതിഷ്ഠിച്ച് കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്തു, ഇതിനിങ്ങനെ വെച്ചാൽ പോരല്ലോ. അവരെന്താക്കി, ആത്മാർത്ഥമായിട്ട് അതിനെ പ്രാർത്ഥിക്കുകയും പൂജിക്കാനൊക്കെ തുടങ്ങി. അങ്ങനെ അതിന് മല്ലികയുടെ മാല, മുല്ലയുടെ മാല, അങ്ങനെ ഓരോ സാധനങ്ങൾ ഇതിനെ അടിയിക്കാൻ തുടങ്ങി ഓരോരുത്തർ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ കുറെ ചുറ്റിക്കുത്തി കുറെ സാധനം കളയണം. കളഞ്ഞതിന് ശേഷമാണ് കുറെ സാധനങ്ങൾ ആഡ് ചെയ്യപ്പെടുക എന്ന്. നമ്മുടെ സ്വഭാവത്തിൽ നിന്ന്, നമ്മുടെ ചിന്തകളിൽ നിന്നും, നമ്മുടെ പ്രവർത്തനത്തിൽ നിന്ന് കുറേ സാധനം കളയണം ആദ്യം. ആദ്യം ഇങ്ങനത്തെ കുറേ സാധനങ്ങൾ റിസ്ക് എടുത്ത് പെയിൻ എടുത്ത് കളഞ്ഞു കഴിഞ്ഞാല് പിന്നെ വരും എന്ത്, സ്റ്റാറിന്റെ രൂപത്തിലും ബ്രോൺസിന്റെ രൂപത്തിലും അങ്ങനെ TCയുടെ രൂപത്തിലും DTCയുടെ രൂപത്തിലും കുറെ അലങ്കാരങ്ങൾ നിങ്ങളെ ഇങ്ങനെ 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 നിങ്ങളുടെ ശരീരത്തിലേക്ക് ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കും. അങ്ങനെ ആഭരണ ഭൂഷണങ്ങളായിട്ട് നിങ്ങളെ അലങ്കരിക്കേണ്ട, നിങ്ങളെ ഇങ്ങനെ അലങ്കരിക്കപ്പെടും. അല്ലേ? കണ്ടിട്ടില്ലേ നമ്മളെ പല മീറ്റിങ്ങിന് പോകുമ്പോൾ കിരീടമൊക്കെ വെച്ചു കൊടുക്കുന്ന പല ലീഡേഴ്സിനും കണ്ടിട്ടുണ്ട് അല്ലേ? അതേപോലെ നമ്മളെ അലങ്കരിക്കപ്പെടും. അങ്ങനെ അലങ്കരിച്ച് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ആ കല്ല്, മറ്റേ കല്ല്, എടോ നീ എന്താടാ മേലെ കയറി ഇരിക്കുന്ന, താഴോട്ട് വാടാ. അപ്പം പറഞ്ഞു, നീ അന്ന് പ്രതിമയാവാത്തോണ്ടല്ലേ, നീ അവിടെ ഇരുന്നോ, ഞാനിവിടെ നിന്നോളാന്നോ. കുറച്ച് പറഞ്ഞു, നീ എന്തുണ്ടായിട്ടാണ്, നീ അവിടെ ഇങ്ങനെ കയറി നിന്നോണ്ട് വലിയ കാര്യമൊന്നുമില്ല. ഞാനിവിടെ കിടക്കുന്നു, നീ അവിടെ കിടക്കുന്നു, അതുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ലല്ലോ എന്ന് പറഞ്ഞു. കുറെ കഴിഞ്ഞപ്പോ ഈ പോയ ആളുകൾ നാട്ടിൽ പറഞ്ഞു അവിടെ ഒരു വിഗ്രഹം ഉണ്ടെന്ന്. അങ്ങനെ കുറെ ആളുകൾ തൊഴാൻ വന്നപ്പോ പിന്നെ എന്താ കാണുന്നത്, പാലഭിഷേകം, നെയ്യഭിഷേകം, അതിന് പൂജ, അതിന് എന്നും പൂവുകളുടെ സമർപ്പണം, അങ്ങനെയായിട്ട് അവിടെ ഭയങ്കര ഓളമായി തുടങ്ങി. എല്ലാവരും ഈ വേദനിച്ച ശില്പമായ കല്ലിനെ ആരാധിക്കാൻ തുടങ്ങി. അങ്ങനെയുണ്ട് ഒരാള് വരുന്നു ഒരു നേർച്ചയായിട്ട്, എന്താ ചെയ്യണ്ടേ, എന്റെ കുട്ടി എല്ലാത്തിനും A+ വാങ്ങിയതുകൊണ്ട് ഇവിടെ ഈ ദേവിക്ക് ഒരു എന്താ പറയാ ഒരു പൂജ നടത്തണം, ഒരു 101 തേങ്ങ ഉടക്കിയാലാ പരിപാടി. അങ്ങനെ തേങ്ങ ഉടയ്ക്കാൻ വേണ്ടി വന്നു. ആ പ്രതിമയുടെ ഇതിന്റെ മുമ്പിൽ വെച്ചിട്ട് തേങ്ങ ഇങ്ങനെ എറിഞ്ഞപ്പോ അത് മണ്ണിലായിട്ട് അത് പൊട്ടുന്നില്ല. അപ്പൊ അവർക്ക് സങ്കടമായി. പക്ഷെ ഇത് പൊട്ടുന്നില്ലല്ലോ, അപ്പൊ എന്താ ചെയ്യാൻ പറ്റുക? അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു കല്ല് അവിടെ കിടക്കുന്നു. നമ്മളെ ആദ്യത്തെ അവനെ എടുത്തിട്ട് ഈ ശില്പത്തിന്റെ മുന്നിൽ അവിടെ വെച്ചു. എന്നിട്ട് പറയും, 1 പൊട്ടി അടിപൊളി, 2 പൊട്ടി അടിപൊളി, 3 പൊട്ടി അടിപൊളി. അങ്ങനെ മറ്റോ തേങ്ങ എടുക്കാൻ തുടങ്ങി. ഇവൻ അങ്ങോട്ട് കരയാൻ തുടങ്ങി. എടോ ഇത് ഭയങ്കര വേദനയാ, പ്രശ്നാണ്. അപ്പോ മറ്റോൻ പറഞ്ഞു, എന്ത് ചെയ്യാനാ, നിന്നെയും കൂടി ഇതേപോലെ ആക്കി നിനക്ക് എന്റെ ഇപ്പുറത്ത് അവിടെ ഇവിടെ വന്ന് നിന്നൂടായിരുന്നോ. അവൻ തേങ്ങ ഉടച്ചു പോയി. അവിടെ പോയി പറഞ്ഞു, ആ കുട്ടി ഡിഗ്രിക്ക് റാങ്കോ എന്തൊക്കെയായിട്ട് പാസ്സായി പെട്ടെന്ന് ജോലി കിട്ടിയപ്പോ അവൻ പറഞ്ഞു, ഞാൻ അവിടെ പോയി 101 തേങ്ങ ഉടച്ചത് കൊണ്ടാണ് എനിക്ക് ഇങ്ങനെ നേട്ടങ്ങൾ ഉണ്ടാക്കിയ നാട്ടിൽ പ്രചാരമായി.
പിന്നെ ഓരോരുത്തർ 101 തേങ്ങയായിട്ടല്ല വരുന്നത്. 500 1001 തേങ്ങയായിട്ടാ വരുന്നത്. ഇപ്പൊ തേങ്ങക്ക് വില കൂടിയതുകൊണ്ട് അവിടെ ഏറ് കുറവാന്നാ ഞാൻ കേട്ടത്. പക്ഷെ അന്ന് ഭയങ്കര ഏറായിരുന്നു. എറിഞ്ഞ് അത് ജീവിതത്തിൽ ഇപ്പോഴും ഏറ് കൊണ്ടിട്ട് മടുത്ത് മതിയും വിധിയും കെട്ടിയിരിക്കുകയെന്നാണ് ഞാൻ കേട്ടത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. നമ്മുടെ ലൈഫിൽ ഇങ്ങനെ തേങ്ങയുടെ ഏറ് കൊണ്ട് മതിയും വിധിയും കെട്ടിയിരിക്കുകയാണോ നിങ്ങളിപ്പോ? അങ്ങനെയാണെങ്കിൽ വരി, നമുക്ക് ചെറിയൊരു ശില്പമാകാം. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് കത്തുന്നുണ്ടല്ലോ അല്ലേ? ഒരു ജീവിതമാണ് ഞാൻ. ലൈഫിൽ രക്ഷപ്പെടണമെങ്കിൽ ഇത്തിരി വേദനയും പെയിനും ഗെയിനൊക്കെ എടുക്കണം. ഞാൻ ചില സമയത്തൊക്കെ ഇങ്ങനെ ആലോചിക്കാണ്ട് എനിക്കിത് പറയാനുള്ള അർഹത ഉണ്ടോ എന്നൊക്കെ ഞാൻ ആലോചിക്കും. എനിക്ക് ഇത് പറയാനുള്ള അർഹത, ഇപ്പൊ ഈ പറഞ്ഞ സാധനം ഇത് പറയാൻ ഇയാൾ ആരാണ് എന്ന് ചിന്തിക്കുന്ന ആളും ഉണ്ടാവും, എന്നെ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ. പ്രിയപ്പെട്ടവര്, ഞാൻ എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. ആ പരിചയപ്പെടുത്തണമെങ്കിൽ നിങ്ങളുടെ ആറ്റിറ്റ്യൂഡിൽ ചെറിയൊരു മാറ്റം ഉണ്ടാകും. ആ മാറ്റം എന്ന് പറയുന്നത്, നമ്മളെ ആദ്യമായിട്ട് ഒരാൾ നല്ലത് പറയുമ്പോഴോ അല്ലെങ്കിൽ പിന്നെന്താ പറയാ, അതാരായാലും വയസ്സിലൊന്നും നിങ്ങൾ കണക്കുണ്ടാവും. വയസ്സിലും രൂപത്തിലൊന്നും അല്ല കാര്യങ്ങൾ, പറയുന്ന കാര്യങ്ങൾ കണ്ടന്റ് ഉണ്ടോ എന്നുള്ളതാണ്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ വീരനും ശൂരനും വീണ്ടും വന്നു. വീരനും ശൂരനും കൂടി എന്താണ്, പച്ചക്കറി കച്ചവട, ഇങ്ങനെ സാധനങ്ങൾ ഇങ്ങനെ പച്ചക്കറിയും കൊലയും ഇതൊക്കെ വാങ്ങിയിട്ട് അങ്ങ് ചന്തയിൽ പോയി വിൽക്കലാണ് ഇവരെ പണി. ചന്തയിൽ പോയി വിൽക്കലാണ് പണി. അങ്ങനെ ഈ ചന്തയിൽ പോയി വിൽക്കുന്ന സമയത്ത് ഇവർ ഈ രാത്രിയാണ് ഈ തോണിയിലാണ് പോവുക. ഈ തോണിയില് ഈ സാധനമൊക്കെ കയറ്റിയിട്ട് ഈ ഇങ്ങനെ തുഴഞ്ഞ് ഈ കായലിലൂടെ ഇങ്ങനെ കുറേ തുഴഞ്ഞ് ആ സമയം ഫില്ലുണ്ട്. അങ്ങനെ തുഴയുന്നവരെ കണ്ടിട്ടില്ല നമ്മൾ ജീവിതത്തിൽ? കുറെ സമയം കഴിഞ്ഞു പോയി, അന്ന് പ്രവർത്തിക്കുകയായിരുന്നു, പക്ഷെ ഇന്നൊന്ന് പ്രവർത്തിച്ചിട്ട് വല്ലോ പണി വെപ്രാളായിട്ട് പിടിച്ച് ഓടുന്നവർ കണ്ടില്ലേ? അതേപോലെ നമ്മൾ ഈ നമ്മളെ ആരെയും നോക്കണ്ട, നമ്മളെ തന്നെ. നമ്മൾ സ്കൂളിൽ പോയിരുന്ന സമയത്ത് പരീക്ഷകളൊക്കെ പഠിക്കാൻ നേരത്ത് ക്ലാസ് തുടങ്ങുന്നൊന്നും പഠിക്കൂല, പിറ്റേന്നും പഠിക്കൂല. പഠിക്കാണ്ട് എന്നിട്ട് പരീക്ഷയ്ക്ക് ടൈം ടേബിൾ ഇങ്ങോട്ട് കിട്ടും. ചെറിയ ഒരു കാര്യം ചെയ്തില്ല. നേരത്തെ നമ്മൾ കെട്ടിയില്ല ഒരു കുറ്റിക്ക് ഒരു കയറ്, ആ കയറിന്റെ ഒരു വലിച്ചെന്ന് അഴിക്കണമെന്നുണ്ട്, അത് മാത്രം ചെയ്തില്ല. ബാക്കി ഒക്കെ ഇവർ ലൈഫിൽ ചെയ്തു. നമ്മുടെ ലൈഫിൽ ചില സമയത്ത് അങ്ങനെ ചെയ്യാറില്ല. നമ്മൾ ചെറിയ എന്തോ കാര്യം ചെയ്യില്ല, ബാക്കി ഒക്കെ ചെയ്യും, എന്നിട്ട് നമ്മൾ പരാജയപ്പെടും ലൈഫിൽ പല സ്ഥലങ്ങളിലും. അതേപോലെ ഈ വീരനും ശൂരനും ചെയ്തതുപോലെ നമ്മൾ ചെയ്യരുത്. നമ്മൾ ഈ ഒരു മീറ്റിങ്ങിലാണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ ലൈഫിലാണെങ്കിലും കുടുംബത്തിലായാലും എവിടെയാണെങ്കിലും ആദ്യം നമുക്ക് വ്യക്തമായ ക്ലാരിറ്റി ഉണ്ടാക്കുക. എന്നിട്ട് തുടക്കവും ഒടുക്കവും ഭംഗിയാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രവർത്തിക്കുക. തുടക്കം നന്നായാൽ ഒടുക്കം നന്നായി എന്ന് നമ്മൾ കേട്ടിട്ടില്ലേ? ഈ വീരനും ശൂരനും ആ തുടക്കം നന്നായി. എങ്ങനെ നന്നാവണം? ചെറിയ കാര്യങ്ങൾ പോലും വ്യക്തമായി ഭംഗിയാക്കിയിട്ട് ആ കയറും കൂടി അഴിച്ചിട്ടായിരുന്നു തുടക്കമെങ്കിൽ ഇവരുടെ ഒടുക്കവും നന്നാവുകയായിരുന്നു. ഇവർ കൃത്യസമയത്ത് അവിടെ എത്തുകയായിരുന്നു. നമ്മളിൽ പല ആളുകൾക്കും ജീവിതത്തിൽ ഇതുപോലെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും. ആയതുകൊണ്ട് ആ ഒരു രീതിയിലേക്ക് നമ്മുടെ മൈൻഡിനെ സെറ്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ എൻ്റെ ഈ പറയാനുള്ള അർഹത ഉണ്ടോ എന്നുള്ളൊരു കാര്യം പറയാം. ഞാൻ ഇതിൽ വന്നതിന് ശേഷം ഞാൻ ഇപ്പൊ ഈ എൻ്റെ ഒരു അവസാനത്തെ ഒരു 10 ദിവസത്തെ കഥ പറയാം. ഈ ലാസ്റ്റ് ഇവിടുന്ന് അങ്ങോട്ടേക്കുള്ള ഒരു 10 ദിവസത്തെ കഥ, ഇങ്ങനെ അങ്ങോട്ട് ഓർമ്മയുള്ള കഥകൾ പറയാം. അല്ലെങ്കിൽ അങ്ങനെ പറയാൻ എനിക്ക് കിട്ടൂല, ഞാൻ ഇന്നലെ മുതൽ അങ്ങോട്ട് പറയാം. ഡേറ്റ് ഒന്നും വെക്കുന്നില്ല. ഇന്നലെ രാത്രി 9 മണി, ഒരു 11 മണിക്കാണ് ഞാൻ ഇവിടെ എത്തിയത്. ഈ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് എനിക്ക് 3 ഹോം മീറ്റിംഗ് ഇന്നലെ നടത്താൻ കഴിഞ്ഞു. 10:30 മണിക്ക് ഇന്നലെ ഞാൻ രാവിലെ 10:30 മണിക്ക് ഞാൻ സുൽത്താൻ ബത്തേരിയില് പ്രോഗ്രാമിൽ പിന്നെ GTS പ്ലാൻ പ്രസന്റേഷൻ എടുത്തു. 10:30 മണിക്ക് കേട്ടോ. 4 മണിക്ക് ഞാൻ ഇന്നലെ രാവിലെ 4 മണിക്കാണ് ഞാൻ എൻ്റെ വീട്ടിൽ എത്തുന്നത്. 4 മണിക്ക് ഞാൻ എത്തണമെങ്കിൽ ഇന്നലെ 12 മണിക്കാണ് ഞാൻ മലപ്പുറത്ത് നിന്നും ഒരു ഹോം മീറ്റിംഗ് കഴിഞ്ഞ് കാറ് ഓടിച്ച് എൻ്റെ വീട്ടിലെത്തുന്നത്. മനസ്സിലാകുന്നുണ്ടോ? ഞാൻ റിവേഴ്സാ പോന്നെ. അപ്പൊ നിങ്ങൾ എൻ്റെ കൂടെ അങ്ങോട്ടൊന്നായി. ആ മലപ്പുറത്ത് എത്തുമ്പോൾ 8:30 മണിക്ക് അവിടെ ഒരു ഹോം മീറ്റിംഗ്, 7 മണിക്ക് ഒരു ഹോം മീറ്റിംഗ്, ഉച്ചയ്ക്ക് അവിടെ ഒരു പ്രോഗ്രാം. അങ്ങനെ മെനഞ്ഞാന്ന് രാവിലെയാണ് ഇവിടുന്ന് മലപ്പുറത്തേക്ക് പോകുന്നത്. അതിന്റെ തലേന്ന് എനിക്ക് നമ്മുടെ, ചിലപ്പോൾ നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും, ഇതിൽ പല ആളുകളും പങ്കെടുത്തിട്ടുണ്ടാവും, നമ്മുടെ വൈത്തിരി റിസോർട്ടിൽ വെച്ചൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. അന്ന് രാവിലെ മുതൽ വൈകുന്നേരം വരെ അവിടെ പരിപാടി. അതിന്റെ തലേന്ന് മാനന്തവാടിയിൽ എനിക്കൊരു പ്രോഗ്രാം. അതിന്റെ തലേന്ന് ഞാന് കാസർഗോഡ് എന്ന് പറഞ്ഞ സ്ഥലത്ത് എനിക്കൊരു ഷോ ഉണ്ട്, സ്റ്റേജ് ഷോ ഉണ്ടായിരുന്നു. ഇതല്ലാത്തൊരു ബിസിനസ് ഗാനമേള. ഞാനൊരു സിംഗറാണ്, അപ്പൊ പാട്ട് പാടാൻ വേണ്ടി ഞാനും എൻ്റെ ഓർക്കസ്ട്രയും പോയിരുന്നു. രാത്രി അവിടുന്ന് കുറേ പ്രോഗ്രാം കഴിഞ്ഞ് അവിടുന്ന് 12 മണിക്ക് വന്ന് അന്ന് രാവിലെ 4 മണിക്കാണ് ഞാൻ ഇവിടെ എത്തുന്നത്. അന്ന് രാവിലെ 4 മണിക്ക് വന്ന് 9:30 മണിക്ക് ഞാൻ പ്രോഗ്രാമിലുണ്ട്. 3 മണിക്കൂറേ ഉറങ്ങിയിട്ടുള്ളൂ. അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ ഈ കഴിഞ്ഞ 10 ദിവസങ്ങളിലായിട്ട്
ഞാൻ ഫുൾ ടൈം കളത്തിലുണ്ട്. അതുകൊണ്ട് എന്താ ഗുണം എന്ന് വെച്ചുകഴിഞ്ഞാൽ എന്റെ ടീമിലുള്ള എല്ലാ ആളുകൾക്കും വരുമാനം വാങ്ങിക്കൊടുക്കാൻ എനിക്ക് പറ്റുന്നു. ആഹാ, നിങ്ങളെ ടീമത്തെ എല്ലാവർക്കും വരുമാനം വാങ്ങിക്കൊടുക്കാൻ പറ്റുന്നുണ്ടല്ലേ? എന്നാൽ ഇവിടെ ഞങ്ങളുടെ ടീമിൽ സാറേ സത്യം പറ കുറെ ലീഡർമാരുണ്ട്, ഞങ്ങൾക്ക് വരുമാനം വാങ്ങി തരുന്നില്ല, നിങ്ങളെ പോലെ ആയാൽ മതിയായിരുന്നു എന്ന് ചിന്തിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത്, ഞാൻ വരുമാനം വാങ്ങിക്കൊടുക്കുന്ന ആളുകളോട് ഞാൻ പറഞ്ഞു, സാറേ നിങ്ങൾ മീറ്റിങ്ങിന് വരണം കേട്ടോ. അവർ കറക്റ്റായിട്ട് മീറ്റിങ്ങിന് വരും. സാറേ നിങ്ങൾ ഹോം മീറ്റിംഗ് സെറ്റ് ചെയ്യട്ടോ, അവർ കറക്റ്റായിട്ട് ഹോം മീറ്റിംഗ് സെറ്റ് ചെയ്യും. സാറേ നിങ്ങൾ മോർണിംഗ് മീറ്റിന് കയറണം കേട്ടോ, അവരും കറക്റ്റായിട്ട് മോർണിംഗ് മീറ്റിന് കയറും. അങ്ങനെ ചെയ്യുന്ന ആളുകൾക്ക് മാത്രമേ ഞാൻ ഇവിടെയും വരുമാനം വാങ്ങി കൊടുക്കാറുള്ളൂ. അല്ലാതെ വെറും ഒരു ഐഡിയ അടിച്ചതിന്റെ പേരിലോ വിളിച്ചാൽ വീട്ടിലിരിക്കുന്നവർക്കോ എന്താ കിട്ടാറില്ല, ഞാൻ വരുമാനം എന്റെ ടീമിന് വാങ്ങി കൊടുക്കാറില്ല കേട്ടോ. പക്ഷെ ഇവിടെ എങ്ങനെയാണെന്ന് എനിക്ക് അറിയില്ല. എന്തായാലും ഇറങ്ങി പ്രവർത്തിക്കുന്നവർക്ക് നല്ല നേട്ടം ഞാൻ എന്റെ ടീമിന് ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. ഇനിയിപ്പോ ഈ ടീമിൽ വിപിൻ സാർ ഇറങ്ങുന്നവർക്കും ഇറങ്ങാത്തവർക്കും നേട്ടം ഉണ്ടാക്കി കൊടുക്കുന്നുള്ളത് എനിക്ക് അറിയില്ല. എന്തായാലും വളരെ സന്തോഷം. അങ്ങനെ ചെയ്യുന്ന എനിക്ക് ഇത് നിങ്ങളോട് പറയാനുള്ള അർഹതയുണ്ട്. എനിക്ക് ഉറങ്ങാൻ ആഗ്രഹമുണ്ട്, എനിക്ക് വീട്ടിൽ നിൽക്കാൻ ആഗ്രഹമുണ്ട്. സത്യം പറയട്ടെ, എനിക്ക് മുണ്ടെടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. മുണ്ട്. എന്നിട്ട് ഈ വെള്ളിയാഴ്ചകളിൽ മനഃപൂർവ്വം ഞാൻ ഉച്ചവരെ വർക്ക് നിർത്തി വെച്ചേക്കുക. എന്തിനെന്നറിയോ? ഒരു ചെരുപ്പും മുണ്ട കൊടുക്കാൻ വേണ്ടിയിട്ട്. അന്ന് എനിക്ക് പള്ളിയിലൊക്കെ പോകുമ്പോൾ ഒരു മുണ്ട കൊടുത്ത് പോകാൻ വേണ്ടിയിട്ട്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായിട്ടോ ഞാൻ എങ്ങനെ ഓടുന്നുണ്ടാവുന്നുള്ളത്. അപ്പൊ നിങ്ങൾ ഇയാള് മുണ്ടെടുക്കാതെയാണോ ഓടുന്നത്, ഇയാൾക്ക് മുണ്ട് അങ്ങനെയല്ല കേട്ടോ, ഞാൻ പാന്റാണ് ഇടുന്നത്. അതുകൊണ്ട് പറഞ്ഞത്, എനിക്ക് പാൻസ് ഇട്ടിട്ട് പോകുന്നതുകൊണ്ടാണ്. അപ്പൊ പ്രിയപ്പെട്ടവരെ, എന്റെ പേര് നൂർഷാ, വയനാട് ജില്ലയിൽ കമ്പളക്കാട് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. വയനാട് ജില്ലയിൽ കമ്പളക്കാട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് എൻ്റെ വീട്. കർഷക കുടുംബത്തിൽ നിന്ന് വന്ന ആളാണ്. എൻ്റെ ഫാദർ കൃഷിക്കാരനായിരുന്നു, എൻ്റെ ഫാദർ ഓട്ടോ ഡ്രൈവർ ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഞാനും തുടക്കത്തിൽ ഓട്ടോ ഡ്രൈവർ ആയിരുന്നു. നമ്മൾ കോളേജൊക്കെ കഴിഞ്ഞ് പഠനത്തിന്റെ പുറകിലേക്ക് പോകുമ്പോൾ ഓട്ടോ ഡ്രൈവർ ആയിരുന്നു. കൽപ്പറ്റ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഓട്ടോറിക്ഷ ഓടിച്ചുകൊണ്ടിരിക്കെ ഞാനിങ്ങനെ കുറെ ആൾക്കാരെ പരിചയപ്പെടുകയും കാണുകയൊക്കെ ചെയ്തു. എൻ്റെ ഫാദറിന്റെ പ്രായമുള്ള ഒരുപാട് ആളുകൾ അവിടെ ഓട്ടോറിക്ഷ ഓടിക്കുന്നു. അതിനേക്കാൾ പ്രായമുള്ള ആളുകൾ അവിടെ ഉണ്ട്. അപ്പൊ അവരോടൊക്കെ ഞാൻ ചോദിച്ചു, നിങ്ങളൊക്കെ എത്ര വർഷമായി ഇവിടെ ചെയ്യാൻ തുടങ്ങിയിട്ട്? അപ്പൊ അവർ ഞാൻ 30 വർഷമായി, 28 വർഷമായി, 40 വർഷമായി. നിങ്ങളുടെ നാട്ടിലുണ്ടാവും 30-40 വർഷമായിട്ടുള്ള ആളുകൾ ഓട്ടോറിക്ഷ ഓടിക്കുന്നവർ. അപ്പൊ എനിക്ക് അവരോട് ഞാൻ ചോദിച്ചപ്പോൾ അവർക്ക് പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നുമില്ല. അവർ ആ ചെറിയ വീട് അന്ന് കഴിഞ്ഞു പോകാൻ വേണ്ടി ഓടുന്നു. അതിൽ നിന്ന് അന്ന് എനിക്ക് എൻ്റെ ഉപബോധ മനസ്സിൽ എവിടെയോ ഒരു തിരിച്ചറിവുണ്ടായി, ഓട്ടോറിക്ഷ ഓടിച്ചുകൊണ്ട് ജീവിതത്തിൽ ആഗ്രഹിക്കുന്ന നേട്ടങ്ങളൊന്നും നേടാൻ പറ്റില്ല എന്നുള്ള സാധനം മനസ്സിലായി. അപ്പൊ ഞാൻ അതിൽ നിന്ന് കയ്യെടുത്തു. ആ സമയത്ത് ഞാൻ ഈ പ്രോഗ്രാമിന് പോയിരുന്നു, ഓട്ടോറിക്ഷ ഓടിക്കാനും കാര്യങ്ങളൊക്കെ പോയിരുന്നു. അല്ല, ഈ പാട്ട് പാടാനും പ്രോഗ്രാമുകൾക്ക് പണ്ട് സാക്ഷര കേരളം സുന്ദരകേരം കേട്ടിട്ടുണ്ട്, സാക്ഷരത. ഈ സാക്ഷരതൊക്കെ പാട്ട് പാടാൻ പോകുമ്പോൾ എനിക്ക് നോട്ടുമാലയൊക്കെ കിട്ടും. അങ്ങനെ പൈസയൊക്കെ സ്വരൂപിച്ച് വെക്കുന്ന ഒരു പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ എൻ്റെ മനസ്സിൽ എനിക്കുണ്ടായ മാറ്റങ്ങൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ജീവിതത്തിൽ ആഗ്രഹിക്കുന്ന സമയത്ത് ആഗ്രഹിക്കുന്ന സാധനങ്ങൾ കിട്ടുക എന്നുള്ളതാണ് മനുഷ്യന്റെ എന്താ പറയുക ആഗ്രഹ പൂർത്തീകരണം എന്ന് പറയുന്നത്. നമ്മൾ സ്കൂളിൽ പോകുന്ന സമയത്ത് SSLC കഴിയുന്നതിന്റെ ഇടയിൽ സൈക്കിൾ വാങ്ങാൻ ആഗ്രഹിച്ചവരില്ലേ നമ്മുടെ ജീവിതത്തിൽ? അങ്ങനെ സൈക്കിൾ വാങ്ങാൻ ആഗ്രഹിച്ചു, എന്നിട്ട് നമുക്ക് സൈക്കിൾ വാങ്ങാൻ അന്ന് പറ്റിയോ? അന്ന് പറ്റിയില്ലല്ലോ പല ആളുകൾക്കും. അങ്ങനെ എനിക്കും അങ്ങനെ തന്നെ. എനിക്ക് സൈക്കിൾ വാങ്ങാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ പൈസയൊക്കെ സ്വരൂപിച്ച് SSLC കഴിഞ്ഞ ഉടനെ ഞാൻ എന്താക്കി, ഒരു സൈക്കിൾ അങ്ങോട്ട് വാങ്ങി. ആ സൈക്കിളും കൊണ്ട് ഞാൻ കോളേജിലേക്ക് പോകുന്ന സമയത്ത് പ്രിയപ്പെട്ടവരെ ഒരു അടിപറ്റി. എന്താണെന്നറിയോ? പണ്ട് സ്കൂളിൽ വരുമ്പോൾ സൈക്കിൾ വാങ്ങിയ അണ്ണന്മാര് അവിടത്തേക്ക് സ്കൂട്ടിയും അതുപോലെ തന്നെ ബൈക്ക് എടുത്ത് വരാൻ തുടങ്ങി. പിന്നെ അവിടെ അടുത്ത് എൻ്റെ സൈക്കിളും ഉണ്ടാക്കണം. അപ്പൊ അത് ശരിയാവില്ല, സൈക്കിൾ ഒഴിവാക്കി. പിന്നെ ഞാൻ ബൈക്ക് വാങ്ങുന്ന നിർബന്ധിതനായി. കഷ്ടപ്പെട്ട് ഒരു ബൈക്ക് വാങ്ങി. അങ്ങനെ ഒരു ഗെറ്റ് ടുഗദർ വന്ന് ഞാൻ ബൈക്കും കൊണ്ട് അവിടെ പോയി നോക്കുമ്പോൾ ഈ ബൈക്ക് വാങ്ങിയ ആളുകളൊക്കെ കാറിലാ വന്നേക്കുന്നത്. അപ്പോഴും അവിടെ നടക്കൂല. മനസ്സിലായില്ലേ? അങ്ങനെ നമ്മൾ കാറ് വാങ്ങാൻ ആഗ്രഹിച്ചിട്ട് കാർ എപ്പോഴാ വാങ്ങുക? ചില ആളുകളില്ല അങ്ങനെ കഷ്ടപ്പെട്ട് കാറ് വാങ്ങിയിട്ട് അത് ഓടിക്കാൻ നേരത്ത് കണ്ണ് കാണൂല, കാല് വെക്കാൻ പറ്റില്ല. അപ്പോഴത്തേക്ക് അയാൾക്ക് പ്രഷർ, ഷുഗർ, കൊളസ്ട്രോൾ, വാഹനം ഓടിക്കാൻ പറ്റില്ല എന്ന് ഡോക്ടർ. ആ സമയത്തൊക്കെ നമ്മൾ കാറ് വാങ്ങുക. അപ്പോഴത്തേക്ക് അവിടെ ഏതെങ്കിലും ചെറുപ്പക്കാരനെ വിളിച്ചിരുത്തിയിട്ട് ഡ്രൈവറായിട്ട് നമ്മൾ ഇങ്ങനെ ഓടിക്കും. അങ്ങനെ നമ്മൾ ആഗ്രഹിച്ച സമയത്ത് ആഗ്രഹിച്ച കാര്യങ്ങൾ നേടാൻ പറ്റില്ല എന്നൊരു ഓട്ടോ ഡ്രൈവറായ പറ്റില്ല എന്നുള്ളൊരു തിരിച്ചറിവ് കാരണം ഞാൻ എന്താക്കി, പുറത്തേക്ക് ഒന്ന് ചാടി. അങ്ങനെ ഞാൻ എന്താക്കി, ന്യൂജ്യോതി പബ്ലിക്കേഷൻ എന്ന് പറഞ്ഞ കമ്പനിയിൽ ജോലിക്ക് കയറി. പാലക്കാട് ജില്ലയിൽ പുസ്തകം വിൽപ്പന. അത് സ്കൂളുകളിൽ +1 +2 ടെക്സ്റ്റ് ബുക്കൊക്കെ വെക്കുക, കാര്യങ്ങളൊക്കെ നല്ല വരുമാനമുള്ള പരിപാടിയായിരുന്നു.
അങ്ങനെ ആ പ്രോഗ്രാം ചെയ്യുന്നതിന്റെ ഇടയിൽ എനിക്ക് ഏഷ്യാനെറ്റിൽ ന്യൂസ് റീഡറായിട്ട് അവസരം കിട്ടി. അങ്ങനെ ഏഷ്യാനെറ്റിൽ ന്യൂസ് റീഡറായിട്ട് കയറി. അവിടെ നിന്ന് പിന്നെ സ്റ്റേജ് ഷോയും കാര്യങ്ങളും പരിപാടികളും ഒക്കെ ഇങ്ങനെ ആങ്കറായിട്ടൊക്കെ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ കുറെ കഴിഞ്ഞ് ഞാൻ വോഡഫോൺ എന്ന് പറഞ്ഞ കമ്പനിയിലെ ട്രെയിനറായിട്ട് കയറി. യൂണിനോർ എന്ന് പറഞ്ഞ കമ്പനിയിൽ കയറി. അങ്ങനെ വ്യത്യസ്തമായ ഒരു കമ്പനികളിൽ ട്രെയിനറായിട്ടും അങ്ങനെ എന്താ പറയുക പ്രോഗ്രാമുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്കൊരു പ്രോഗ്രാം ചെയ്യാൻ വേണ്ടി ഖത്തറിലേക്ക് ഒരു അവസരം കിട്ടി. ഖത്തറിൽ പോയ ആരെങ്കിലും ഉണ്ടോ? ഒന്ന് ലൈക്ക് ചെയ്യോ? ഖത്തറിലുള്ള ആരെങ്കിലും ഉണ്ടോ ഇതിനകത്ത്? പോയ ആരെങ്കിലും ലൈക്ക് അല്ല, ആരെങ്കിലും വന്ന് പറയോ? ബിബീഷ് സാറുണ്ട്, പിന്നെ ആരെങ്കിലും ഉണ്ടോ? ഓക്കെ. ഖത്തറിലാണ് ഞാൻ എൻ്റെ വിദേശം തുടങ്ങുന്നത്. അങ്ങനെ അവിടെ തുടങ്ങി ഏകദേശം 10 വർഷത്തോളം അവിടെ ചെയ്തു. ഞാൻ അവിടെ പത്രത്തിൽ അഡ്വർടൈസ്മെന്റ് വിങ്ങിൽ മാനേജറായിട്ട് വർക്ക് ചെയ്യായിരുന്നു. നല്ല സാലറി ഉണ്ട്. സാലറി എന്ന് പറഞ്ഞാൽ 10-14,000 റിയാൽ ഞാൻ അവിടെ ഉണ്ടാക്കും, കിട്ടും. 14,000 റിയാൽ എന്ന് പറഞ്ഞാൽ ഏകദേശം ഇവിടുത്തെ ഒരു 3 ലക്ഷം രൂപയ്ക്ക് അടുത്ത് 3 ലക്ഷം രൂപ. എൻ്റെ വൈഫ് അവിടെ ടീച്ചറായിരുന്നു. വൈഫ് ഭവൻസ് സ്കൂളിൽ മിഡ് മാക്ക് റൗണ്ട് അബൌട്ടുള്ള ഭവൻസ് സ്കൂളിൽ ടീച്ചറായിരുന്നു. അവൾക്കുണ്ട് ഏകദേശം ഒരു 4,000 റിയാൽ, 1 ലക്ഷം രൂപ. അത് കഴിഞ്ഞ് ഞാനാണെങ്കിൽ ഉച്ച വഴി അവിടെ ജോലിയുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഈ വീക്കെൻഡുകളിൽ വ്യാഴം വെള്ളി ദിവസങ്ങളിൽ സ്റ്റേജ് ഷോ ഉണ്ടാവും. ഒരുപാട് സ്റ്റേജ് ഷോകൾ ചെയ്യുമ്പോൾ അതിനൊക്കെ 200 റിയാൽ, 500 റിയാൽ, 100 റിയാൽ എന്നൊക്കെ പറഞ്ഞ് കിട്ടും. ഒരു മാസം ഒരു 4,000 റിയാൽ ഞാൻ അങ്ങനെയും ചെയ്യും. സാധാരണ ഒരു ഹൗസ് ഡ്രൈവർ അല്ലെങ്കിൽ ഒരു കഫ്റ്റീരിയയിൽ നിൽക്കുന്ന ഒരാൾ മാസത്തിൽ വാങ്ങുന്ന സാലറിയേക്കാൾ കൂടുതൽ ഞാൻ അവിടെ സ്റ്റേജ് ഷോ ചെയ്തിട്ട് എനിക്ക് കിട്ടാറുണ്ട്. ഞാനത് ചെയ്യും. പരസ്യങ്ങൾക്ക് ശബ്ദം കൊടുക്കും, പാട്ട് പാടാൻ പോകും, അങ്ങ് അനൗൺസ്മെന്റ് ചെയ്തു കൊടുക്കും. ഇങ്ങനെയുള്ള ഒരുപാട്, ഇതൊക്കെ എൻ്റെ പാർട്ട് ടൈം ജോബുകളാണ്. ഇങ്ങനെ വരുമാനം ഉണ്ടാക്കിക്കൊണ്ടിരിക്കെ എന്താ പറയുക, ഒരു 4-5 ലക്ഷം രൂപ മാസ വരുമാനം. ഇത് വാങ്ങിക്കൊണ്ടിരിക്കുന്നതിന്റെ സ്വാഭാവികമായിട്ട് അങ്ങനെ ഒരു വരുമാനം ഉണ്ടാകുമ്പോൾ ഇയാളുടെ ലൈഫ് സ്റ്റൈൽ എന്തായിരിക്കും എന്നുള്ളത് നിങ്ങൾ ആലോചിച്ചാൽ മതി. സ്വാഭാവികമായിട്ട് ഞാൻ എൻ്റെ വീട്ടിലെ റോഡ് സൈഡിൽ ഞാൻ സ്ഥലം വാങ്ങിച്ചു. സെന്റിന് 6 ലക്ഷം രൂപ വില വരുന്ന ഒരു 16 സെന്റ് സ്ഥലം വാങ്ങി. അതിനകത്ത് ഏകദേശം ഒരു 1.25 കോടി രൂപ വില വരുന്ന ഒരു വീട് വെച്ചു. പണ്ട് ആഗ്രഹമായിരുന്നു വയൽ വാങ്ങുക എന്നുള്ളത്. എനിക്ക് കൃഷി ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ട സ്ഥലത്ത് പോയിട്ട് ഞാൻ കുറച്ച് വയലുകളൊക്കെ വാങ്ങി കൂട്ടി. അങ്ങനെ ഇവിടെ നാട്ടിൽ വന്നപ്പോൾ ഒരു മാനേജ്മെന്റ്, എൻ്റെ വൈഫിന് ഒരു ടീച്ചർ ആകണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഒരുപാട് കല്യാണം കഴിക്കുന്നതിന് മുന്നേ അവള് ഡിഗ്രി ഫസ്റ്റ് ഇയറിന് പഠിക്കുമ്പോഴാണ് ഞാൻ അവളെ കല്യാണം കഴിക്കുന്നത്. അവളോട് ചോദിച്ചു, നിനക്ക് ജോലി ചെയ്യാൻ, നിനക്ക് പഠിച്ചാൽ ഞാൻ ജോലിയൊക്കെ വാങ്ങിത്തരാം. അവള് പഠിച്ചു. കുടുംബത്തിനും പ്രശ്നങ്ങളിലൊക്കെ ഒരുപാട് പ്രതിസന്ധികളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കൃഷി കുടുംബം ആയതുകൊണ്ട് തന്നെ വന്ന സമയത്ത് അവളോട് എല്ലാവരും പറഞ്ഞു, നീ അവളെ കെട്ടിയത് ഇവിടുത്തെ പണിയെടുക്കാനാണോ അതോ കോളേജ് ജോലിക്ക് വിടാനാണോ, കോളേജ് കുമാരിയാക്കാനാണോ? ഞാൻ പഠിപ്പിക്കാൻ വിട്ടു. അങ്ങനെ വിടുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് ഒരു കുടുംബത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്താണ്? എൻ്റെ ജ്യേഷ്ഠന്മാരും അതുപോലെ തന്നെ കുടുംബത്തിലെ മറ്റുള്ള ആളുകളൊക്കെ കെട്ടിക്കൊണ്ടുവന്ന പെണ്ണുങ്ങളെല്ലാം അരിവാളെടുത്തിട്ട് പുല്ലരിയാനും പശുവിനെ നോക്കാനും ഇറങ്ങുന്ന സമയത്ത് എൻ്റെ ഓള് മാത്രം കോളേജിൽ പോകുമ്പോൾ ആ വീട്ടിൽ സന്തോഷമായിരിക്കുമല്ലോ, എല്ലാവരും നല്ല സപ്പോർട്ടായിരിക്കുമല്ലോ. അത് ഊഹിച്ചാൽ മതി. അങ്ങനെ ഒരു സുപ്രഭാതത്തിൽ ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ടി വന്നു. കോളേജിന്റെ അടുത്തുള്ള ഒരു ഫ്ലാറ്റൊക്കെ എടുത്ത് അവിടെ നിന്ന് പഠിപ്പിച്ചു. ആ സമയത്ത് കുടുംബത്തിലെ ഏറ്റവും പോഞ്ഞ കൊള്ളി ഞാനും എൻ്റെ ഭാര്യയായിരുന്നു. അങ്ങനെ അവള് ഡിഗ്രി കഴിഞ്ഞു. ഡിഗ്രി കഴിയുന്ന സമയത്ത് കുഞ്ഞുങ്ങളൊക്കെ അതിന് ശേഷം മതി എന്ന് തീരുമാനിച്ചതാണ്. പക്ഷെ എന്താ പറയാ, ഹണിമൂൺ ട്രിപ്പും കാര്യങ്ങളൊക്കെ പോയി. ഭാഗ്യവശാൽ ഇവളുടെ എക്സാം വരുന്നതിന് മുന്നേ ഇവള് വിശേഷമായി. അങ്ങനെ ഇവള് പ്രസവിച്ചു കഴിഞ്ഞ് ആ കുഞ്ഞിനെ പ്രസവിച്ച് ഒരു 10-40 ദിവസം കഴിഞ്ഞപ്പോൾ എക്സാം തുടങ്ങി. എക്സാം പോയി എഴുതി. അത് കഴിഞ്ഞ് വന്നു. നല്ല മാർക്കിൽ പാസ്സായി. BA ഇംഗ്ലീഷ് ആയിരുന്നു. അത് കഴിഞ്ഞ് അവള് B.Edന് പോയി. അങ്ങനെ എല്ലാ പിന്നെ എക്സാമുകളും കാര്യങ്ങളൊക്കെ പാസ്സായിട്ട് അങ്ങനെ ടീച്ചറാക്കി. ഖത്തറിൽ പോയി ടീച്ചറാക്കി. ഇവിടെ വന്നൊരു മാനേജ്മെന്റ് സ്കൂളിൽ ഏകദേശം ഒരു 25 ലക്ഷം രൂപ കൊടുത്തുകൊണ്ട് സ്കൂൾ ടീച്ചർ, ഇപ്പൊ ഗവൺമെന്റ് ടീച്ചറായിട്ട് വർക്കൗട്ട് ചെയ്യുന്നു. ഇതൊക്കെയാണ് എൻ്റെ ഒരു ജീവിതത്തിൽ നടന്നിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ. എന്നാ അതിന്റെ ഇടയിൽ എനിക്ക് ഉണ്ടായ സമയം, ഇനി ഞാൻ നേരെ വിഷയത്തിലേക്ക് വരിക. ഞാൻ ഇങ്ങനെ നടക്കുന്ന സമയത്ത് എനിക്ക് കിഡ്നി സ്റ്റോൺ ഉണ്ടായിരുന്നു. കിഡ്നി സ്റ്റോൺ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആർക്കും സഹിക്കാൻ പറ്റില്ല. അത് വരാതിരിക്കട്ടെ, വന്നത് ആളുകളുടെ നിങ്ങൾക്ക് അറിവുണ്ടാവും, ചിലപ്പോൾ ആർക്കും വന്നിട്ടുണ്ടാവും. അതൊരാൾക്ക് നിർവചിച്ചു കൊടുക്കാൻ പറ്റില്ല. ഞാൻ എപ്പോഴും എല്ലാ മീറ്റിംഗിലും പറഞ്ഞു, അതിന്റെ വേദന വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ എനിക്ക് അത് മാറ്റിത്തരാമെന്ന് നിങ്ങൾ ആരെങ്കിലും സച്ചിൻ സാറോ വിബീഷ് സാറോ പറയുകയാണ്, ഇപ്പൊ നിങ്ങളുടെ വേദന ഞാൻ മാറ്റിത്തരാന്ന് പറയാം. എന്ത് തരും എന്ന് ചോദിച്ചാൽ എന്ത് തരണം എന്ന് ചോദിച്ചാൽ പറയണം, നിങ്ങളിപ്പോ ഈ പറഞ്ഞ ആ നിങ്ങളുടെ വീടും സ്ഥലമൊക്കെ എന്റെ പേരിലേക്ക് എഴുതണം, ഞാൻ എഴുതി അങ്ങ് ഒപ്പിട്ടങ്ങോടും. കാരണം എനിക്ക് ആ വേദന അറിയാൻ മതി. അത്രയ്ക്കും വലിയ വേദനയാണ്. ആ വേദന അങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഞാൻ 2 കാലും ചുരുട്ടി പിടിച്ച് ഞാൻ കിടന്ന് കരയും. ചെറിയ കുട്ടികൾ കരയും പോലെ വലിയ വായി കരയും. അപ്പൊ എന്റെ മോനും കരയും, എന്റെ വൈഫും കരയും, പേടിച്ചിട്ടേ. തുടക്കകാലത്ത് എല്ലാ പ്രാവശ്യവും നോമ്പെടുക്കുമ്പോൾ, റമദാനിലെ നോമ്പെടുക്കുമ്പോൾ, ഒരു നോമ്പ് 10-12 കഴിയുമ്പോഴേ എനിക്ക് ഈ വേദന വരിക. അപ്പോ കുറെ ആളുകൾ പറഞ്ഞു, നോമ്പെടുക്കാൻ മടിച്ചിട്ടാണ്. ഈ ചങ്ക് പറിച്ച് കാണിച്ചാലും ചെമ്പരത്തി പൂ എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ. ഈ നോമ്പ് ഒരു 10-15 കഴിയുമ്പോഴാണ് ഞാൻ കരച്ചിൽ തുടങ്ങി.
ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും, ചികിത്സിക്കും, കല്ല് പൊട്ടിക്കും, പ്രശ്നമാണ്. അങ്ങനെ അതൊരു ശീലമായി. 1-ാം വർഷം കഴിഞ്ഞു, 2-ാം വർഷം കഴിഞ്ഞു, 3-ാം വർഷം കഴിഞ്ഞപ്പോൾ എന്നോട് ഡോക്ടർ ചോദിച്ചു, നീ നോമ്പ് കള്ളനാണോന്ന്. ഞാൻ പറഞ്ഞു, അല്ല നോക്ക്, നീ എപ്പോഴും ഈ സമയത്താണല്ലോ വരുന്നതെന്ന് പറഞ്ഞു. അപ്പോഴാണ് എനിക്ക് മനസ്സിലാകുന്നത് ഈ നോമ്പ് സമയത്താണ് എനിക്കിത് വരുന്നതെന്നുള്ളത് കൃത്യമായത്. അങ്ങനെ 10-16 വർഷം അതുമായിട്ട് അങ്ങനെ നടക്കുകയാണ്. അപ്പോൾ ഞാനിങ്ങനെ വേദനിച്ചിട്ടേ ഇങ്ങനെ കരയുന്ന സമയത്ത് എൻ്റെ ഉമ്മ ഒരു നമ്പർ അടിച്ചു. എൻ്റെ ഉമ്മ പറഞ്ഞു, നീ ഇങ്ങനെ കരയുന്നത് എന്തിനാ? നിന്നെ പ്രസവിക്കുന്ന സമയത്ത് ഇതിനേക്കാൾ വലിയ വേദനയായിരുന്നു ഞാൻ അനുഭവിച്ചത്. ഇതിനേക്കാൾ വലിയ വേദനയായിരുന്നു ഞാൻ അനുഭവിച്ചത്. പിന്നെ അതിലും വലിയ വേദനയാണ് ഈ ഒരു കല്ലിന് എന്ന് എൻ്റെ ഉമ്മ ചോദിച്ചപ്പോൾ അതും സത്യമാണല്ലോ എന്ന് കരുതി ഞാൻ കരച്ചിലൊക്കെ ചിലപ്പോൾ ഇങ്ങനെ കരച്ചൊതുക്കി പിടിച്ച് നിൽക്കും. പക്ഷെ സഹിക്കാൻ പറ്റൂല പ്രിയപ്പെട്ടവരെ. അത്രയ്ക്കും വലിയ വേദനയാണ്. ആ വേദന വരുന്ന സമയത്ത് ഞാൻ എന്ത് ചെയ്തു, കരയും. ഉമ്മ ഇതിങ്ങനെ പറയുമ്പോൾ ഞാൻ കരച്ചിൽ നിർത്തും. പ്രസവിച്ച വേദനയുടെ അളവ് പോലും ആയിട്ടാണല്ലോ ഉമ്മ വരുന്നത്. എന്നാ പിന്നെ കരയണ്ടെന്ന് വിചാരിക്കും. അങ്ങനെ 3-4 കൊല്ലം കഴിഞ്ഞ് 4-5-ാമത്തെ കൊല്ലം എൻ്റെ ഉമ്മ പറഞ്ഞു, ഞാൻ ഈ പ്രസവം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മിണ്ടാന്ന് ചോദിക്കുന്നു ഉമ്മാക്കറിയാം. അപ്പൊ ഞാനൊരു ഉമ്മാണ്ട് പറഞ്ഞു, ഉമ്മ നിങ്ങൾ 3 പെറ്റ്, 3 പ്രാവശ്യമല്ലേ നിങ്ങൾ കരഞ്ഞുള്ളൂ. ഇതിപ്പോ ഞാനിപ്പോ 7-ാമത്തെ പ്രസവ, 7-ാമത്തെ കരച്ചിലാണ് ഞാൻ കരുതുന്നത്. നിങ്ങൾക്ക് അതങ്ങനെ പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞിട്ട് വീണ്ടും ഞാൻ കരച്ചിൽ റീസ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ ഞാൻ പോകുന്നിടത്തൊക്കെ ഇതന്നെയാ പ്രശ്നം. ഏത് നോമ്പിന് പാലി എവിടെയാണോ ഞാനുള്ളത് അവിടെ ഹോസ്പിറ്റൽ. ഖത്തറിൽ ഹമദ് ഇന്റർനാഷണൽ ഹോസ്പിറ്റൽ 4 പ്രാവശ്യം നിലവിളി ശബ്ദം ഇട്ടിട്ട് പോയിട്ട്. ഇങ്ങനെ ഈ ഒരു പ്രയാസം എന്നെ വല്ലാതെ അനവസരപ്പെടുത്തിയതിൽ പ്രധാനപ്പെട്ട ഒരു പ്രയാസം എന്ന് പറഞ്ഞാൽ, മൂത്രമൊഴിക്കാൻ വേണ്ടി പോയി കഴിഞ്ഞാൽ കുറേ നേരം മൂത്രമൊഴിക്കണം. അപ്പൊ നമ്മൾ 4-5 ആൾക്കാർ ഇങ്ങനെ കാറിലൊക്കെ പോകുമ്പോൾ മൂത്രമൊഴിച്ചിട്ട് വരാൻ പറഞ്ഞാൽ ഇറങ്ങൂലേ നമ്മൾ പമ്പിൽ എവിടെയെങ്കിലൊക്കെ. ഇത് പോയി വന്നാലും ഞാനിങ്ങനെ എന്നെ കാത്ത് കുറേ നേരം ഇവർ നിൽക്കണം. മറ്റേ ഏതോ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞ സിനിമയിൽ മറ്റേ ശ്രീനിവാസൻ ചിരിക്കുന്ന പോലെ മാറി നിന്ന് ഒറ്റയ്ക്ക് കുറേ നേരം ചിരിക്കില്ല. അതേപോലെ ഞാൻ ഇങ്ങനെ മൂത്രമൊഴിക്കും. ഇതാണ് എൻ്റെ ഒരു പരിപാടി. രണ്ടാമത്തെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, മൂത്രമൊഴിക്കാൻ മുട്ടിയിട്ട് നമ്മൾ പോയി ഇരുന്ന് കഴിഞ്ഞാൽ മൂത്രം പോവില്ല. ഭയങ്കര വേദനയായിരിക്കും. ഈ കല്ലുള്ള പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന കുറച്ച് പ്രശ്നങ്ങളാണ്. അത് കഴിഞ്ഞ് 3-ാമത്തെ ഒരു പ്രശ്നം, മൂത്രമൊഴിച്ച് നമ്മൾ കംഫർട്ടായി എഴുന്നേറ്റ് നടന്നു വരുമ്പോൾ കുറച്ചങ്ങ് നടന്നു കഴിയുമ്പോൾ, അല്ലെങ്കിൽ ഒരു കുറച്ചും കഴിയുമ്പോൾ നമ്മൾ അറിഞ്ഞോ അറിയാതെ കുറച്ച് മൂത്രം നമ്മുടെ കൺട്രോളിലുള്ളതാ പോവുക. ഈ നിസ്കാരം പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് അതൊക്കെ ഭയങ്കര പ്രയാസം. ഇതൊക്കെ ഈ കല്ലുമായി ബന്ധപ്പെട്ട് ഞാൻ അനുഭവിച്ചുകൊണ്ടിരുന്ന വേദനകളാണ്. അങ്ങനെ ഇരിക്കെ ഞാൻ എൻ്റെ വീട്ടിൽ വീട് കൂടലും കഴിഞ്ഞിങ്ങനെ ഇരിക്കുന്ന സമയത്ത് എൻ്റെ കൂടെ പണ്ട് ഓട്ടോറിക്ഷ ഓടിച്ച ഷമീർ മുഹമ്മദ് എന്ന് പറഞ്ഞൊരു വ്യക്തി എൻ്റെ വീട്ടിൽ കടന്നു വന്നു. അയാൾ വന്നത് ഒരു ബൈക്കിലാണ്. ആ ബൈക്കിന്റെ പേര് ഗ്ലാമർ എന്നാണ്. ആ ബൈക്കിന് പേര് വിനുസാർ എന്തോ പറഞ്ഞോ, ഓരോ അത്ര വലിയ ഗ്ലാമർ ഒന്നുമില്ല. കാരണം അങ്ങനത്തെ ഒരു ബൈക്കിലാണ് ഇയാൾ വന്നിട്ട് എന്നോട് ഈ അവസരം പറയാൻ വേണ്ടി വന്നത്. അങ്ങനെ എന്നോട് വന്നിട്ട് പറഞ്ഞു, നൂർഷ ഇങ്ങനെ ഡയറക്റ്റ് സെല്ലിംഗ്. ഞാൻ പറഞ്ഞു, സോറി, നെറ്റ്വർക്ക് മാർക്കറ്റിംഗ്, സോറി. കാരണം എന്താ, ഞാനത് ഏഷ്യാനെറ്റിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ആട്, തേക്ക്, മാഞ്ചി എന്നൊക്കെ പറഞ്ഞ് കുറേ ഡയറക്റ്റ് സെല്ലിംഗ്, തട്ടിപ്പ്, വെട്ടിപ്പൊക്കെ വാർത്ത വായിച്ച് തള്ളിയ ഒരാളാണ് ഞാൻ. അതിനെതിരെ ഒരുപാട് മീറ്റിങ്ങും സെമിനാറുകളൊക്കെ നടത്തിയ ഒരാളാണ് ഞാൻ. അപ്പൊ ആയതുകൊണ്ട് തന്നെ എനിക്ക് ഇതിനെ കുറിച്ച് അറിയാം എന്നുള്ളത് കൊണ്ട് ഞാൻ പറഞ്ഞു വേണ്ട. അപ്പൊ ഷമീർ കുറെ പ്രൊഡക്റ്റ് എടുത്ത് മേശപ്പുറത്ത് വെച്ചു. വീട് കൂടൽ കഴിഞ്ഞ് നിൽക്കുന്ന സമയമാണ് പ്രിയപ്പെട്ടവര്. ഞാനും എൻ്റെ ഭാര്യയും 2 കുഞ്ഞുങ്ങളും ഖത്തറിൽ നിന്ന് വരുമ്പോൾ 40 കിലോ വെച്ച് സാധനം കൊണ്ടുവന്നിട്ട്, നന്നാല് 16. ഇത്രയും സാധനങ്ങൾ കൊണ്ടുവന്നപ്പോൾ എൻ്റെ വീട്ടിൽ ഇഷ്ടംപോലെ സാധനങ്ങളുണ്ട്. ആ ഉള്ള സാധനത്തേക്കാണ് വീണ്ടും ഷമീർ എന്ത് ചെയ്യുന്നത്, ഈ വേണ്ടല്ലോ, അങ്ങനെ ഇതൊന്നും വേണ്ട, നീ ഇതൊക്കെ സാധനം കൊണ്ടുവെക്കുക, എനിക്കിതൊന്നും വേണ്ട എന്ന് പറഞ്ഞ് ഞാൻ തിരിച്ചു വിടുമ്പോൾ അയാൾ സാധനം ബാഗിലേക്ക് എടുത്തു വെക്കുമ്പോൾ എൻ്റെ മനസ്സിലൊരു തോന്നല്, ഇയാൾ വിചാരിക്കൂലേ എന്ത്, ഞാന് പണ്ടൊക്കെ നൂർഷയുടെ സ്വഭാവം നല്ല സുഖമായിരുന്നു, ഇപ്പൊ കുറച്ച് പൈസ ഉണ്ടാക്കുമ്പോഴത്തേക്ക് ഇയാളുടെ കോലം മാറിയെന്ന്, ഇയാളുടെ അഹങ്കാരം കൂടിയെന്ന്. അത് തോന്നണ്ട എന്ന് കരുതിയിട്ട് ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ ഞാൻ എടുത്തു. അപ്പൊ എന്നോട് പറഞ്ഞു, യൂറി ഫ്ലഷ് എന്ന് പറഞ്ഞ സാധനം ഉണ്ട്, നിന്റെ കിഡ്നിയുടെ വേദന പോകാൻ പറ്റിയ സാധനം ഇതിനകത്തുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, അത് മാത്രം എനിക്ക് വേണ്ടാന്ന് പറഞ്ഞു. കാരണം എന്താ, ഈ 10-16 വർഷമായിട്ട് എന്നെ ചികിത്സിച്ച ഡോക്ടർമാർക്ക് ഇത് ഉണ്ടാക്കാൻ പറ്റിയില്ല, മാറ്റാൻ പറ്റിയിട്ടില്ല. പിന്നെയാണോ ഷമീറെ നീ തരുന്ന സാധനം, അതുകൊണ്ട് വേണ്ടെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ നോക്കുമ്പോൾ ആ ഒരു സാധനം കൂടിയേ ഉള്ളൂ അയാളടുത്ത്. അതും കൂടി വാങ്ങിയാൽ അയാൾക്ക് ബാഗ് കാര്യാക്കി പോവാം. അപ്പൊ നമ്മൾ പറയില്ലേ, അതും കൂടി വാങ്ങിയാല് അവന്റെ പ്രശ്നം തീരുമെങ്കിൽ അതും കൂടി വാങ്ങിയേക്കാന്ന്. നിങ്ങൾ എന്നെ തെറ്റിദ്ധരിക്കൂലെങ്കിൽ ഞാൻ എന്റെ മനസ്സുകൊണ്ട് ഉദ്ദേശിച്ച ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ. ലാസ്റ്റ് ഞാൻ പറഞ്ഞ്, എന്നാ അതും കൂടി ഒന്ന് അങ്ങോട്ട് പണ്ടാരടിക്കേക്കെന്ന് നമ്മൾ പറയില്ലേ, എന്നാ അതും കൂടി, അങ്ങനെ ഉണ്ടല്ലോ ഒരു പ്രാഗി കെട്ടിയിട്ടൊരു സാധനം പറയല്, നിന്റെ പ്രശ്നം തീരുന്ന അതും കൂടി ഇങ്ങോട്ട്, അങ്ങനെ അതും കൂടി ഇവിടെ വാങ്ങിച്ചു. അങ്ങനെ ഈ സാധനങ്ങളൊക്കെ പോയപ്പോൾ എന്നോട് പേസ്റ്റ് നല്ലതാണ്, അത് നല്ലതാ, ഇത് നല്ലതാന്നൊക്കെ പറഞ്ഞ് പോയി കഴിയുമ്പോൾ ഞാനത് നോക്കിയപ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരെ കുറെ പറഞ്ഞ കാര്യങ്ങൾ സത്യമുണ്ട്. അങ്ങനെ ഞാൻ ഇവിടുന്ന് ഗൾഫിലേക്ക് ഖത്തറിലേക്ക് തിരിച്ചു പോകുമ്പോൾ പേസ്റ്റ് കൊണ്ടുപോയി, യൂറി ഫ്ലഷ് കൊണ്ടുപോയി, കുറെ സാധനങ്ങളൊക്കെ കൊണ്ടുപോയി, ഹെയർ ഓയിലൊക്കെ കൊണ്ടുപോയി.
അവിടെ ചെന്നിട്ട് ഞാൻ ഈ യൂറിഫ്ലഷ് എടുക്കും, എടുത്തിട്ട് ഇങ്ങനെ ഉപയോഗിക്കാൻ നോക്കുമ്പോൾ എനിക്ക് ഇവന്റെ മുഖം ഓർമ്മ വരും. ആ മുഖം ഓർമ്മ വരുമ്പോൾ ഞാൻ എന്താക്കിയത് അവിടെ തന്നെ വെക്കും. കാരണം എനിക്ക് അവനെ വിശ്വാസമില്ല. അതുകൊണ്ടാ എനിക്ക് ഈ ബോട്ടിൽ കാണുന്നല്ല പ്രശ്നം, എനിക്ക് ഇവന്റെ മുഖം ഓർമ്മ വരുമ്പോൾ എനിക്ക് അവിടെ വെക്കാൻ തോന്നുക. അങ്ങനെ പ്രശ്നമുണ്ട്. നമുക്ക് ഏറ്റവും കൂടുതൽ ചങ്കായ ആളുകൾ കൊണ്ട് തരുന്ന സാധനം നമുക്ക് വിശ്വാസം ഉണ്ടാവില്ല. അതായത് അത് പരിചിതരായ ആൾക്കാർ കൊണ്ടുവന്ന വിശ്വാസം ഉണ്ടാവും. അങ്ങനെ ഞാൻ ഇതെന്താക്കി, കഴിക്കാതെ വെച്ചു. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ പ്രിയപ്പെട്ട ബഹുമാനപ്പെട്ട ലോകത്തെ ഏറ്റവും ആദരവാക്കപ്പെട്ട എന്ന് പറഞ്ഞ പോലെ കൊറോണ അവറുകൾ കടന്നു വരുന്നത്. കൊറോണ വന്നില്ലേ? കൊറോണ വന്ന സമയത്ത് നമ്മളെ എല്ലാവരെയും പൂട്ടിക്കെട്ടി നമുക്ക് ഒരു അനങ്ങാൻ പറ്റാതെ, സ്വന്തം അടുക്കളയിൽ നിന്ന് ബെഡ്റൂമിലേക്ക് പോലും പോകാൻ പറ്റാത്ത രീതിയിൽ നമ്മളെ പൂട്ടിക്കെട്ടി ലോക്ക്ഡൌൺ വന്നിട്ട് ഒരു കാലം ഉണ്ടായിരുന്നില്ലേ? ആ സമയത്ത് ഞാൻ ഖത്തറിലായിരുന്നു. ആ സമയത്ത് എന്നെയും പൂട്ടിക്കെട്ടി അവിടെ. ഒരു ഹോസ്പിറ്റലും പോകാൻ പറ്റില്ല. ഹമദും പൂട്ടി, ഇവിടെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഒക്കെ പൂട്ടി. എല്ലാം വേൾഡ് മൊത്തം പൂട്ടിക്കിടക്കുന്ന സമയം. ഇനി ഒരു 1.5 മാസം കഴിഞ്ഞാൽ നോമ്പ് വരാൻ പോവാ. ആ സമയത്ത് ഈ വേദന വന്നാൽ എന്നെ എവിടെയും കൊണ്ടുപോകാൻ പറ്റില്ല. ഞാൻ വേദന വന്ന് എന്ത് ചെയ്യും? എനിക്ക് അങ്ങ് ടെൻഷൻ കയറി. ഇനി ഒരു അനങ്ങാൻ പറ്റില്ല. എന്ത് ചെയ്യാൻ പറ്റും? ഒരു ചികിത്സയില്ല. ആ സമയത്ത് ഞാൻ വീണ്ടും ഷമീറിനെ വിളിച്ചു. ഷമീറെ, സത്യമാണോ ഇത്? എനിക്കിത് കാര്യം തന്നെയാണോ? ഞാൻ ചോദിച്ചു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഇതുവരെ കഴിച്ചില്ലേ? ഇല്ല, ഞാൻ ഇതുവരെ കഴിച്ചില്ല. അതെന്താ നീ കഴിക്കാഞ്ഞത്? ഞാൻ പറഞ്ഞല്ല, ഒന്നുമില്ലടാ, സമയം കിട്ടാത്ത. എനിക്ക് പറയാൻ പറ്റുമോ? എനിക്ക് നിന്റെ മുഖം ഓർമ്മ, എനിക്ക് നിന്നെ വിശ്വാസമില്ലാത്തതുകൊണ്ട് ഇപ്പൊ എന്നോട് പറയാൻ പറ്റുമോ? കാരണം ഞാൻ പെട്ടു കിടക്കുകയല്ലേ. അപ്പൊ അവൻ പറഞ്ഞു, അവനോട് ചോദിച്ചപ്പോ ഞാനിത് എങ്ങനെയാ കഴിക്കേണ്ടതെന്നുള്ളതെന്ന് അറിയുന്നത്. ഞാൻ ആദ്യം ഉള്ളിലേ കഴിക്കാൻ പോകുന്നത്, ഒരു ഡോക്ടറോട് ചോദിക്കാതെ. അപ്പൊ പറഞ്ഞു, എടാ, ഇത് മരുന്നല്ല, ഇത് സപ്ലിമെന്റ് ആണ്, ഇതൊരു ഫുഡാണ്, ഇത് നീ ധൈര്യമായിട്ട് കഴിച്ചോ. അപ്പൊ ഞാൻ എന്താക്കി ഇവരോട് ചോദിച്ചത് എങ്ങനെയാ കഴിക്കേണ്ടത്, കാരണം ഒരു മരുന്ന് കഴിക്കാൻ നേരത്ത് അതിനൊരു ഡീസൻസിയിൽ പറഞ്ഞു തരണ്ടേ. അപ്പൊ ഇവനോട് പറഞ്ഞ വാക്ക് ഞാൻ പറഞ്ഞിട്ട്, അത് രാവിലെയും വൈകുന്നേരം കുറച്ചീച്ച കുടിക്കുക, ബാക്കി പള്ളർച്ച് വെള്ളവും കുടിക്കുക. എന്റെ എല്ലാ മൂടും പോയി. ഇവന്റെ അടുത്തുനിന്നാണോ ഞാൻ ഈ സാധനം വാങ്ങിയത്? ഒരു പ്രൊഫഷണൽ ഇല്ലാത്ത ഒരു സാധാരണ ഇവൻ എന്താ പറയണ്ടേ, ഭക്ഷണത്തിന് മുമ്പ് 10, അതിനുശേഷം 20, ഈ ഭക്ഷണം കഴിക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ടൊരു അങ്ങനെ ഒരു മെനു ഒക്കെ ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇവൻ ഇത് ഇങ്ങനെ പറഞ്ഞോട് എന്റെ കിളി എല്ലാം പോയി. അല്ല, എന്നാൽ എന്താ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചു. ഇത് കഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ? അപ്പൊ ഇവന് ദേഷ്യം പിടിച്ചു. കാരണം അപ്പോഴത്തേക്ക് ഇവനിവിടെ ആളായി തുടങ്ങിയിട്ടുണ്ട്. എന്റെ യൂറിഫ്ലഷ് ഒന്നും അവൻ വേണ്ട. അപ്പൊ പറഞ്ഞു, ഇത് കഴിക്കുമ്പോൾ ശ്രദ്ധിക്കണം, നീ കഴിക്കുമ്പോൾ നീ ഒരു കാര്യം ചെയ്യും, കഴിക്കുമ്പോൾ ഷർട്ടിലും അറിയാതെ നോക്കിയാൽ മതി, വേറെ ഒന്നും ചെയ്യണം, നീ ധൈര്യമായിട്ട് കുടിച്ചോ എന്ന് പറഞ്ഞു. ഇത് തന്നെ. ഇത്രയാണ് എനിക്ക് കിട്ടിയ ഒരു അറിവ് എന്റെ പ്രിയപ്പെട്ടവരെ. അങ്ങനെ ഞാനിത് കഴിക്കാൻ തുടങ്ങി. രാവിലെ വൈകുന്നേരം കഴിക്കും, വെള്ളം കുടിക്കും. അങ്ങനെ ഞാൻ ഇതുമായിട്ട് മുന്നോട്ട് പോയി. മാസം 1.5 കഴിഞ്ഞു, നോമ്പ് തുടങ്ങി. എല്ലാ നോമ്പിനും എനിക്ക് പ്രശ്നമാണ്. അങ്ങനെ ആ വർഷം നോമ്പ് 10, നോമ്പ് 15 എനിക്ക് ടെൻഷൻ ആവാൻ തുടങ്ങി. നോമ്പ് 20 ആയപ്പോ എനിക്ക് ടെൻഷൻ കൂടി. എന്റെ ടെൻഷൻ എന്താ കൂടാതെ എന്താണെന്നറിയോ? ഇതെന്താ വേദന വരാത്തേ എന്നുള്ള ടെൻഷനാ. എന്താ വേദന വരാത്തേന്ന്. അങ്ങനെ 20 കഴിഞ്ഞു, 25 കഴിഞ്ഞു, 30 കഴിഞ്ഞു. അങ്ങനെ കുറെ വർഷങ്ങൾക്ക് ശേഷം ആദ്യമായിട്ട് ഒരു പെരുന്നാൾ, ഒരു നോമ്പിന് വേദന ഇല്ലാത്തൊരു പെരുന്നാൾ എനിക്ക് കൊള്ളാൻ പറ്റി. ഒരു നോമ്പ് അതിനുശേഷം എനിക്ക് ഭയങ്കര ഹാപ്പിയായി. ഞാൻ നേരത്തെ പറഞ്ഞ 2-3 പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നല്ലോ. ഏത്? മൂത്ര സംബന്ധമായ കുറെ വിഷയങ്ങള്. അതിനൊക്കെ ഒരു പരിഹാരമായതുപോലെ എന്തോ ഒരു സുഖം. അതിൽ ഞാൻ ഭയങ്കര ഹാപ്പിയായി. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു? വീണ്ടും പത്രത്തിലാണല്ലോ വർക്ക് ചെയ്യുന്നത്. നമ്മുടെ സംശയം തുടങ്ങുകയാണ്. നമ്മുടെ സംശയം കൂടുകയാണ്. ആരോ ഒരാള് സ്ക്രീൻ ഷെയർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. തട്ടിപ്പോയതായിരിക്കാം. ഈ ലൈക്ക് ചെയ്യുന്നതിന്റെ ഇടയിൽ തട്ടിപ്പോയതായിരിക്കും. ഓക്കെ. അപ്പോ ഞാൻ പറഞ്ഞു വന്നത്, ഈ സംഭവം എനിക്ക് വീണ്ടും ഡൗട്ടായിരുന്നു. അങ്ങനെ ഡൗട്ടായി കഴിഞ്ഞാൽ സ്വാഭാവികത്ത് നാട്ടിൽ നിന്ന് ആളുകൾ വരുമ്പോൾ സാധാരണ എന്താ പറയാ, അപ്പൊ എന്റെ വൈഫ് ഇവിടെ കേട്ടോ, എനിക്ക് എന്റെ വൈഫ് കൊടുത്തയക്കും. അതുപോലെ ചക്കപ്പേരി, മറ്റേ ചിപ്സ്, വത്തായി ഒക്കെ ഗൾഫ് കൊടുത്തു വിടുമല്ലോ. അതേപോലെ എന്റെ ഓളും കൊടുത്തു വിടാൻ നേരത്തെ ഞാൻ പറഞ്ഞു, അതൊന്നും കൊടുത്തു വിടണ്ട, നീ എന്ത് കൊടുത്തു വിടത്? ഈ ഷമീറിനെ വിളിച്ച് യൂറിഫ്ലഷ് എന്ന് പറഞ്ഞ സാധനം കൊടുത്തു വിടാൻ വേണ്ടി പറഞ്ഞു. ഇത് എന്താ വെച്ച്, എടീ ഞാനത് കഴിച്ചപ്പോ എന്റെ കിഡ്നി സ്റ്റോൺ പോയി എന്ന് പറഞ്ഞു. അത് കൊടുത്തു വിടുമെന്ന് പറഞ്ഞു. അവരുടെ മനുഷ്യ വേറെ ആരെങ്കിലും തന്നെ എന്തെങ്കിലും വെറുതെ കഴിച്ചിട്ട് വെറുതെ കഴിക്കാൻ നിൽക്കണ്ടോ പറഞ്ഞു. ഇവള് നെഗറ്റീവ് അടിക്കാൻ തുടങ്ങി. ഞാൻ പറഞ്ഞു, എല്ലടി അത് പോയടി. പിന്നെ എന്ന് പറഞ്ഞു. അവൾ ഒരു പ്രാവശ്യം ഇതൊരു 8 ബോട്ടിൽ വീണ്ടും കൊടുത്തു വിട്ടു. ഞാൻ എന്താക്കി, അതിൽ 2 ബോട്ടിൽ ഞാൻ വീണ്ടും കഴിച്ചു. ബാക്കിയുള്ളതൊക്കെ എന്റെ ഈ സമാന പ്രശ്നം, ഞാൻ അവിടെ ഫുട്ബോളിലും ഒക്കെ കളിക്കാൻ പോകുമ്പോൾ ഈ വേദനയുള്ള കുറച്ച് ആളുകളെ എനിക്ക് കണ്ടെത്താൻ പറ്റി. കാരണം നമുക്കൊരു അസുഖമുള്ള ഒരാൾക്ക് നമ്മുടെ അതേ അസുഖം വേറെ ആൾക്കുണ്ടെങ്കിൽ അങ്ങനെ 4-5 ആൾക്കാരെ നമുക്ക് അറിയും. അത് ഹോസ്പിറ്റലിൽ പോയിട്ടൊക്കെ പരിചയപ്പെടുന്ന. അങ്ങനെ കുറച്ച് ആളുകൾക്ക് ഞാൻ ഇത് അങ്ങോട്ട് കൊടുക്കാൻ തുടങ്ങി. കൊടുത്തു കഴിഞ്ഞിട്ട് ഞാൻ കൊടുത്തത് 2 കാര്യത്തിനാണ്. എന്തിനാണെന്നറിയോ? ഒന്ന്, അവരുടെ അസുഖം മാറട്ടെ. രണ്ടാമത്തതാണ് പോയിന്റ്. രണ്ടാമത് മാറുന്നുണ്ടോ എന്നൊരു ചെക്കിങ്. എന്നാ അത് മാറുന്നുണ്ടെങ്കിൽ എന്റത് മാറുന്നത് ഇതുകൊണ്ടാണെന്ന് എനിക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ സാധനം കൊടുത്തത്. അങ്ങനെ അത് കൊടുത്തു കഴിഞ്ഞു. കൊടുത്തു കഴിഞ്ഞപ്പോ അവർക്ക് ഭയങ്കരമായ റിസൾട്ട്.
അപ്പൊ ഞാൻ വീണ്ടും ഹാപ്പിയായി. ഞാൻ എന്റെ വൈഫിനോട് വിളിച്ച് പറഞ്ഞു, എനിക്ക് ഞാൻ സാധനം കൊടുത്തു വിടുന്നപ്പോൾ മനുഷ്യ അത് കഴിക്കാൻ നിൽക്കണ്ട, അത് കഴിച്ചിട്ടില്ലെങ്കിൽ കൊല്ലത്തിൽ ഒരു കല്ലല്ലേ പോകുള്ളൂ, ഇനി അത് കഴിച്ചിട്ട് കിഡ്നി എങ്ങാനും പോയാൽ നിങ്ങൾ എന്ത് ചെയ്യും? കാരണം അവള് എന്നോട് സ്നേഹമുള്ളതുകൊണ്ട് പറഞ്ഞാട്ടോ, അങ്ങനെ സ്നേഹമുള്ളതുകൊണ്ട് പറഞ്ഞു. അങ്ങനെ ഞാൻ എന്താക്കി, ഇത് കഴിച്ചു കൊടുത്തു. അങ്ങനെ എല്ലാം കഴിഞ്ഞ് ഞാൻ നാട്ടിലേക്ക് തിരിച്ചു വന്നു. തിരിച്ചു വന്ന സമയത്ത് ഞാൻ എൻ്റെ ലോക്ക്ഡൗണുമായിട്ട് അങ്ങനെ ഇരിക്കുക. ലോക്ക്ഡൗണിൽ അതൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാൻ എൻ്റെ വൈഫിന്റെ ബൈക്കും എടുത്തിട്ട് ഞാൻ കൽപ്പറ്റ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോവുകയാണ്, വാഹനം ഓടിച്ചിട്ട്. അന്ന് ലോക്ക്ഡൗൺ ആണ്, ഭയങ്കര പ്രശ്നമായിട്ട് അങ്ങനെ നിൽക്കുന്ന സമയമാണ്. അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഞാൻ അവിടെ പോയി. അവിടെ ഞാൻ ലോക്ക്ഡൗൺ ആയിട്ട് ഇങ്ങനെ കൽപ്പറ്റയ്ക്ക് പോകുന്ന സമയത്ത് കൈനാട്ടി എന്ന് പറഞ്ഞ സ്ഥലത്ത് പോലീസ് പിടിച്ചു. അപ്പൊ എനിക്ക് ഇതിൽ കമ്പനിയിൽ വിശ്വാസമല്ല. എന്ത് ആയുഷ് പ്രീമിയം, എന്ത് എലമെന്റ്, എന്ത് പിന്നെ മൈലേഫ്, എനിക്കിതിൽ വിശ്വാസമൊന്നുമില്ല. ആ സമയത്ത് ഈ ഷമീർ തന്ന ഉൽപ്പന്നങ്ങൾ എനിക്ക് ഭയങ്കര വിശ്വാസം ഉണ്ടായി. അങ്ങനെ ഞാൻ കോഴിക്കോടേക്ക് പോകും. അങ്ങനെ പോകുന്ന സമയത്ത് അപ്പൊ ഇതിനു മുമ്പ് ഈ ഷമീർ മുഹമ്മദ് വന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി പറയാൻ പറ്റും. ആ വന്ന സമയത്ത് ഇയാൾ എന്നോട് ഈ ബിസിനസ് ചെയ്യാന്നൊക്കെ പറഞ്ഞ് ഞാൻ ഇറങ്ങാൻ നേരത്തെ എന്റെ വീട്ടിൽ നിന്ന് ഭയങ്കര എതിർപ്പായി. കാരണം ഏറ്റവും എതിർപ്പ് എന്റെ ഭാര്യയായിരുന്നു. നിങ്ങൾ എന്താക്കുക, നിങ്ങൾ ഇത് ചെയ്യാൻ വേണ്ടി ഇറങ്ങുന്ന സമയത്ത് നിങ്ങൾക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവരായിരിക്കും ഇതിനെ എതിർക്കുക. അത് സ്വാഭാവികമായിട്ട് എനിക്കും ഉണ്ടായിരുന്നു. അങ്ങനെ എതിർത്ത സമയത്ത് ഞാൻ എന്താക്കി, എല്ലാം ചെയ്തു നോക്കട്ടെ എന്ന് പറഞ്ഞ എതിർപ്പ് കൂടി. അപ്പം ഇവർ പടയാളികളുടെ എണ്ണം കൂട്ടി. ആദ്യം എതിർത്ത് എന്റെ ഭാര്യയായിരുന്നു. ഭാര്യയുടെ എതിർപ്പ് എനിക്ക് ഏൽക്കുന്നില്ല എന്ന് കണ്ടപ്പം യുദ്ധരംഗത്ത് ഭടന്മാരുടെ എണ്ണം കൂട്ടി. ഭാര്യ എന്റെ ഉമ്മാനെ ഇറക്കി. അങ്ങനെ ഉമ്മയും ഭാര്യയും എതിർത്തു. അതിലും ഞാൻ വീഴുന്നില്ല എന്ന് കണ്ടപ്പോൾ ആളുകളുടെ എണ്ണം കൂട്ടി. എന്റെ അനിയന്റെ ഭാര്യനെയും പെങ്ങളെയും അളിയനെയും എല്ലാരെയും കൂട്ടി. അങ്ങനെ ഇപ്പുറത്ത് ഒറ്റയ്ക്ക് ഞാനും, അപ്പുറത്ത് പടയാളികൾ കൂടിക്കൊണ്ടിരിക്കുകയും. അങ്ങനെ പടയാളികൾ കൂടി ഒരു ബുദ്ധിമാന്മാരായ കുറെ പടയാളികൾ പിന്നെയും കൂടി. അവരാണ് ഉപദേശക സമിതി. എന്നെ വിളിച്ചിട്ട് ഉപദേശക സമിതി കമ്മിറ്റി വിളിച്ച് പറഞ്ഞു, പിന്നെ നീ ഷബീറിനെ കണ്ടിട്ട് കളിക്കാൻ നിൽക്കണ്ട. എന്താ കാര്യം? അവന് നഷ്ടപ്പെട്ടാൽ ഒരു ഓട്ടോറിക്ഷ മാത്രമേ പോവുകയുള്ളൂ. നിനക്ക് ഇത്രയും സാധ്യതയുള്ള ഒരു ജോലി, എല്ലാവരും സ്വപ്നം കാണുന്ന ഒരു ജോലിയാണ്, നീ അതാണ് കളയാൻ പോണത്. നീ ആലോചിച്ചും കണ്ടും കളിച്ചത്. അവന് നഷ്ടപ്പെടുകയാണ്, ഒരു ഓട്ടോറിക്ഷ മാത്രമേ നഷ്ടപ്പെട്ടുള്ളൂ. നിനക്ക് നഷ്ടപ്പെടുകയാണെങ്കിൽ നീ ആലോചിച്ചോ, നിനക്ക് മാസത്തിൽ കിട്ടാൻ സാലറിയിൽ 1,00,000 മതി അവനൊരു ഓട്ടോറിക്ഷ വാങ്ങാൻ. അപ്പൊ അവനെ കണ്ടിട്ട് നീ കളിക്കാൻ നിൽക്കേണ്ട. ഈ ഉപദേശം എനിക്ക് വല്ലാത്തൊരു ഉപദേശമായിട്ട് തോന്നി. അതിനുശേഷം പിന്നെ എന്റെ ഏറ്റവും വലിയ ആജന്മ ശത്രുവായിട്ട് ആര് മാറി? എനിക്ക് ഈ ബിസിനസ് എന്ന ഷമീർ മുഹമ്മദ് എന്ന് പറഞ്ഞ വ്യക്തിയായിട്ട് മാറി. പിന്നെ അയാളുടെ ഫോൺ ഞാൻ എടുക്കൂല. അയാൾ വരുന്ന കണ്ടാൽ ഞാൻ മുങ്ങി നടക്കും. വീട്ടിലേക്ക് വന്നാൽ ഞാൻ ഒളിച്ചിരിക്കും. അങ്ങനെയുള്ള കുറേ പ്രശ്നങ്ങളെ. നീ എവിടെയുള്ള കമ്പളക്കാരൻ്റെ പറഞ്ഞ് ഞാൻ മാനന്തവാടിയാണെ പറഞ്ഞ് ഞാൻ കൽപ്പറ്റ. കാരണം ഉള്ള സ്ഥലം ഞാൻ അയാൾക്ക് വ്യക്തമായി പറഞ്ഞു കൊടുക്കൂല. അത് അയാൾക്ക് മനസ്സിലാവുകയും ചെയ്തു. അയാൾ വിളിക്കുന്ന സമയത്ത് ഞാൻ പറയും കുളിക്കുക. നിങ്ങൾ ഈ കുളിക്കാത്ത ആളുകളൊക്കെ ഉണ്ടെങ്കിലേ അവർക്ക് കൊണ്ടുപോയി പ്ലാൻ കൊടുത്തോ കേട്ടോ, അവർ കുളിച്ചോളും. കാരണം പിന്നെ ഫോൺ വിളിക്കുമ്പോ അച്ഛൻ കുളിക്കുകയാണ് എന്ന് പറയാൻ പറഞ്ഞു. അയാൾ ഇങ്ങനെ കുളിക്കും. 10 മണിക്ക് കുളിക്കും, 2 മണിക്ക് കുളിക്കും, 4 മണിക്ക് കുളിക്കും, 9. അപ്പൊ ചോദിച്ചു, നീ എന്താ പറയുക എല്ലാ ദിവസവും ഇങ്ങനെ കുളിക്കുന്നത്? അപ്പൊ എനിക്ക് തോന്നി നേരത്തെ പറഞ്ഞ നുണ മറന്നുപോയല്ലോ, എന്നാ പിന്നെ നിസ്കരിക്കാന്ന് കരുതി. നിസ്കരിച്ച് 10 മണിക്ക് ലോറ് നിസ്കരിക്കും. രാത്രി റമദാൻ മാസത്തിലല്ലാണ്ട് അങ്ങനെ നിസ്കാരം തുടങ്ങി. ഫുള്ള് കളവാ പറയുന്നത്. ആ രീതിയിൽ ഞാൻ ഷമീറിട്ട് അങ്ങോട്ട് വട്ടം കറക്കാൻ തുടങ്ങി. ഞാൻ എന്താക്കി, ഫോൺ ഓഫാക്കി വീണ്ടും ഖത്തറിലേക്ക് പോയി. ക്ലിയർ ആയോ? ഉപദേശം കേട്ടിട്ട്. ഉപദേശം പറഞ്ഞാൽ അവന് വാട്സപ്പ്. അങ്ങനെ ഈ ഒരു 1-2 കൊല്ലം ഞാൻ തിരിച്ചു വരുമ്പോൾ അവർ പറഞ്ഞ അവരുടെ വാക്ക് പൊന്നായിട്ടുണ്ടെന്ന് അറിയോ? ഈ ഷമീർ മുഹമ്മദിന്റെ ഓട്ടർഷ എന്നേക്കുമായി നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ, നഷ്ടപ്പെട്ടു പോയി. പക്ഷേ ആ സ്ഥലത്ത് അദ്ദേഹത്തിന് 16 ലക്ഷം രൂപ ഒരു ക്രെറ്റ കാറാണ് വന്നുള്ളത് എന്നുള്ളത് ഈ ഉപദേശിച്ച ആളുകൾ അറിഞ്ഞില്ല. ഞാനും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഞാൻ ബൈക്കുമായിട്ട് ലോക്ക്ഡൌണിൽ ഇങ്ങനെ സത്യവാങ്മൂലം എഴുതി എന്റെ കുട്ടികൾക്ക് പുസ്തകം വാങ്ങാൻ വേണ്ടി ഞാൻ കൽപ്പറ്റയ്ക്ക് പോവാണ്. അത് വാങ്ങിയിട്ട് ഞാൻ തിരിച്ചു വരും എന്ന് പറഞ്ഞ് സത്യവാങ്മൂലം എഴുതിയിട്ട് ഞാൻ പോകുമ്പോൾ പോലീസ് എന്നെ പിടിച്ചു. പോലീസ് പിടിച്ചിട്ട് എന്നോട് ചോദിച്ചു എങ്ങോട്ടാ പോണേന്ന് പറഞ്ഞു. ഞാൻ ബുക്ക് വാങ്ങാനാന്ന് പറഞ്ഞു. അപ്പൊ പോലീസുകാർ എന്നോട് ചോദിച്ച ചോദ്യമുണ്ട്, ഈ സ്കൂളും കോളേജും പൂട്ടിക്കിടക്കുമ്പോൾ തനിക്ക് എന്തിനാണ് ബുക്ക്? കുടുങ്ങിയില്ലേ? ഞാൻ പറഞ്ഞു സാറേ ഞാൻ തിരിച്ചു പോകാന്ന് പറഞ്ഞു. ഞാൻ എന്താക്കി അവിടുന്ന് എങ്ങനെയൊക്കെയോ സോപ്പിട്ടിട്ട് ആ വണ്ടി വാങ്ങി ഞാൻ തിരിച്ച് എന്റെ വീട്ടിലേക്ക് വരാം. ഒരു മാങ്ങക്കാലമായിരുന്നു. റോഡിൽ വാഹനം ഓടിക്കാത്തതുകൊണ്ട് റോഡ് സൈഡിൽ നിറച്ച് മാങ്ങ വീണു. ഇതെല്ലാം സ്കൂട്ടീന്റെ സീറ്റ് പൊക്കി ഞാൻ വണ്ടിക്കകത്ത് വെക്കും. അങ്ങനെ ഇവിടെ വന്നിട്ട് നമ്മുടെ എന്റെ വീട് റോഡ് സൈഡിലാണ്. നമ്മൾ ഈ ചെരുപ്പൊക്കെ അഴിച്ചു വെക്കുന്ന സ്റ്റെപ്പില്ലേ, അപ്പൊ അവിടെ നമ്മളിങ്ങനെ ഇരിക്കാറില്ല. ചില സമയത്ത് ഇരിക്കാനുള്ള സംവിധാനമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ വെറുതെ പുറത്തിരിക്കുമല്ലോ. അങ്ങനെ ഞാൻ ഇരിക്കുക നിലത്ത് മീൻസ് ആ ചെരുപ്പ് കഴിഞ്ഞ സ്റ്റെപ്പിൽ. ആ സ്റ്റെപ്പിൽ കാരണം 2 കാര്യമുണ്ട്. ഒന്നവിടെ ഇരുന്നാലേ മാങ്ങ തിന്നാൻ പറ്റുള്ളൂ. വീടിനകത്ത് മാങ്ങ ഇട്ട് തിന്നുമ്പോൾ ഈ മാങ്ങയൊക്കെ ഒലിച്ച് പ്രശ്നമുണ്ടെന്ന് അവിടെ ഇരുന്ന് മാങ്ങ തിന്നുക. അപ്പൊ ഉണ്ട് എന്റെ ഗേറ്റിന് മുമ്പിൽ വന്നൊരു പുതിയൊരു ബ്രാൻഡ് ന്യൂ ക്രെറ്റ കാർ ഓൺ അടിക്കുന്നു. ഓൺ അടിച്ച് അത് തുറന്ന് മുന്നിലേക്ക് ആ വണ്ടി ഇങ്ങനെ വന്നിട്ടേ, ആ മുറ്റത്ത് അത്ര സ്പീഡിൽ ഓടിക്കേണ്ട കാര്യമല്ല. അവൻ കുറച്ചും കൂടി സ്പീഡ് കൂട്ടിയിട്ട് എന്റെ മുമ്പിൽ വന്നിട്ട് ഒരു ബ്രേക്ക് ഔട്ടാ. ഈ പുതിയ വണ്ടിക്ക് ബ്രേക്ക് ഔട്ടുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? പെട്ടെന്ന് ബ്രേക്ക് ഔട്ടിക്കണം, വണ്ടിക്ക് ഒരു നിപ്പുണ്ട്. അത് വണ്ടി അവിടെ നിൽക്കും, എന്നിട്ട് വണ്ടി ഒന്ന് മുന്നോട്ട് പോയിട്ട് ഇങ്ങോട്ട് പുറകോട്ട് വരും. ശ്രദ്ധിച്ചിട്ടുണ്ട് നിങ്ങൾ? പുതിയ വണ്ടി ബ്രേക്ക് ഔട്ടിയാല് ഒരു കുലുക്കുണ്ട്. ഇവൻ അത് മനഃപൂർവ്വം കുലിക്കതാണോ
അതോ അറിയാതെ കുലുങ്ങി പോയതാണെന്ന് എനിക്ക് ഇപ്പോഴും ഡൗട്ടുണ്ട്. പക്ഷെ ആ കുലുക്ക് എനിക്ക് അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. ഉള്ള കാര്യം പറയുന്നത് എന്താ, നമുക്ക് അങ്ങനെയാണല്ലോ. അവൻ അങ്ങനെ കുലുക്കി അവിടെ നിർത്തി. അപ്പൊ ഞാൻ ഈ സ്റ്റെപ്പിൽ തന്നെയാണ് ഇരിക്കുന്നത്. ഇരുന്ന് കഴിഞ്ഞപ്പോ പിന്നെ ഞാൻ ഈ കാറിന്റെ അടിയിൽ കൂടെയാണ് കാണുന്നത്. ഡോറ് തുറന്നിട്ട് അപ്പുറത്ത് ഇങ്ങനെ ഇറങ്ങുമ്പോൾ ഒരു പോയിന്റ് ഷൂ ഇങ്ങനെ നിലത്തേക്ക് ഇറങ്ങുന്നു. ടി.ഐ.ഡി. മൂസയിൽ ക്യാപ്റ്റൻ രാജു വന്ന് ഇറങ്ങുന്ന സീൻ കണ്ടുണ്ടോ? അതേപോലെ ഒരു ഷൂ അതിങ്ങനെ നടന്നിങ്ങനെ തിരിഞ്ഞു വന്ന് നോക്കുമ്പോൾ നമ്മുടെ ഷമീർ മുഹമ്മദ്. എന്റെ പൊന്നെ, സംഭവം ഞാൻ പറഞ്ഞടാ അടിപൊളിയായിട്ടുണ്ട്, നിന്റെ പ്രൊഡക്റ്റ് എനിക്ക് ഇഷ്ടപ്പെട്ടു എന്നൊക്കെ പറഞ്ഞ് ഞാൻ തുള്ളിച്ചാടി എഴുന്നേറ്റു. അപ്പോ ഞാൻ ചോദിച്ചു, എടാ മാസ്ക് 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 ഇടുന്ന് പറഞ്ഞു. ഞാൻ മാങ്ങ തിന്നോണ്ടിരിക്കല്ലേ, ഞാൻ അവരോട് മാസ്ക് ഇടാം, അന്ന് ഈ മാസ്ക് ഇടണല്ലോ. അപ്പൊ പറഞ്ഞു, ഞാൻ മാസ്ക് ഒന്നും എനിക്ക് ആവശ്യമില്ല, ഞാൻ കവചപ്രാശ് കഴിഞ്ഞിട്ടാ വരുന്നതെന്ന് പറഞ്ഞു. കവചപ്രാശ് എന്ന് പറയാൻ എനിക്കിതറിയില്ല, ഈ സാധനങ്ങളൊന്നും ഞാൻ അറിയില്ലല്ലോ. ഞാൻ ഏത് പ്രകാശൻ എന്ന് ചോദിച്ചു. പ്രകാശനല്ല, കവചപ്രാശ്, ലേഹ്യം, അത് കഴിച്ചിട്ടാ ഞാൻ വരുന്നത്, എനിക്ക് ഇതിന്റെ ആവശ്യമില്ല, നീ വേണമെങ്കിൽ മാസ്ക് എടുത്തിട്ടോ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ എന്താക്കി, മാസ്ക് അകത്തേക്ക് കയറി ഇരുന്നിട്ട് ഇവൻ ഈ കാര്യങ്ങൾ പറയുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു, ഇതെങ്ങനെ? അപ്പൊ പറഞ്ഞു, നിന്നോട് അന്ന് ഞാൻ പറഞ്ഞില്ലേ MI ലൈഫ് എന്ന് പറഞ്ഞ കമ്പനിയുടെ ബിസിനസ്, ആ ബിസിനസ് ഞാൻ ശക്തമായിട്ട് ചെയ്യുകയാണ്. ഇതാ എനിക്ക് ഇപ്പൊ 22,000 ഉണ്ട്, ഇപ്പൊ 40,000 ഉണ്ട്, 50,000 ഉണ്ട്. അപ്പൊ ഞാൻ അതൊന്നും അല്ല ചോദിച്ചത്, നീ ഇങ്ങോട്ടേക്ക് എങ്ങനെയാ വന്നത്, നീ എഴുതിയ സത്യവാങ്മൂലം ഒന്ന് കാണട്ടെ എന്ന് പറഞ്ഞു. ആ സത്യവാങ്മൂലം ഒന്ന് കാണട്ടെ, അത് കണ്ടിട്ട് വേണം എനിക്ക് അതുപോലെ എഴുതി പോകാൻ. എന്റെ മൈൻഡിൽ അപ്പൊ ആ പോലീസുകാരൻ പിടിച്ച ദേഷ്യത്തിലായാണ് നിൽക്കുന്നത്. എനിക്ക് അതിനെ ഓവർകം ചെയ്ത് പോകാന്നുള്ള സാധനം മാത്രം. അപ്പൊ ഷമീർ എന്നോട് പറഞ്ഞു, ഞാൻ അതൊന്നും എഴുതാറില്ല, ഇത് നീ കണ്ടോ എന്ന് പറഞ്ഞിട്ട് MI ലൈഫിന്റെ ആയുഷ് പ്രീമിയത്തിന്റെ അംഗീകാരമുള്ള ഉൽപ്പന്നങ്ങൾ വിൽക്കാൻ പോകുന്ന വെൽനസ് പ്രൊമോട്ടർ എന്ന നിലയ്ക്ക് ഇയാൾ നമ്മുടെ മൈ ലൈഫിന്റെ കാർഡുമായിട്ട് തേരാ പാര ഓട്ട ഒരു പോലീസ് പിടിക്കുന്നില്ല. എവിടെ വേണമെങ്കിൽ ഇയാൾക്ക് പോവാ. അപ്പൊ ഞാൻ മനസ്സിലാക്കി, ഈ കമ്പനി അത്രയും ലീഗലാണോ, ഈ ഉൽപ്പന്നം അത്രയും പ്രൊഫഷണൽ ആണോ എന്ന ചിന്ത എന്നെ ബോധ്യപ്പെടുത്തിയ അന്നാണ് ഞാനത് തീരുമാനം എടുത്തത്. എന്നാൽ തീരുമാനം ശക്തമാക്കിയ എങ്ങനെയാണെന്നറിയോ? ഈ ഉപദേശക സമിതി ഉണ്ടായിരുന്നില്ല നേരത്തെ എന്നെ ഗൾഫിലേക്ക് തിരിച്ചു വിട്ടെ, ആ ആളുകള്, ഇലക്ട്രീഷ്യൻ ഉണ്ട്, അങ്ങനെ പ്ലംബർ ഉണ്ട്, കുറെ ആൾക്കാർ, നല്ല ആൾക്കാരൊക്കെ ഉണ്ട്. അവര് പറഞ്ഞല്ലോ, നൂർഷ നീ എന്താക്കണ്ട, ഇവരെ കണ്ട് കളിക്കണ്ടെന്ന്. അവരെന്നോട് 100 ഒരു 5,000 കൊണ്ടാ, ഒരു 10,000 കൊണ്ടാ വായ്പ, എല്ലാ പണിയും തരമൊക്കെ പോയിട്ട് അവരെന്നോട് കടം ചോദിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അവനെ കണ്ട് കളിക്കണ്ട എന്ന് പറഞ്ഞ ഷമീർ മുഹമ്മദ് ആഴ്ചയിൽ 30,000, 40,000, 50,000 വാങ്ങുന്നത്. ഇനി നിങ്ങൾ പറ, ഈ ഉപദേശക സമിതിയാണോ ഇനി ഞാൻ കേൾക്കേണ്ടത്, അതോ അവനെ കണ്ട് കളിക്കണ്ട എന്ന് പറഞ്ഞ ഷമീർ പറഞ്ഞതാണോ ഞാൻ കേൾക്കേണ്ടത്? യുക്തിക്ക് നിങ്ങൾ പറഞ്ഞാൽ മതി, യുക്തിക്ക്. വേറെ ഹിമാലയൻ സയൻസ് ഒന്നും നിങ്ങൾ എടുക്കണ്ട, യുക്തിക്ക്. ഒരു സാമാന്യ ബുദ്ധി വെച്ചിട്ട് നിങ്ങൾ പറ, ഈ ഷമീർ പറഞ്ഞത് ഞാൻ കേൾക്കണോ, ഈ പിന്നെ എല്ലാം കൂടി കെട്ടി പൈസ ഒരു 1 രൂപ കിട്ടാത്ത ഇവര് പറയുന്നത് ഞാൻ കേൾക്കണോ? സ്വാഭാവികമായിട്ട് ഷമീറിന്റെ കൂടെ ഞാൻ കൂടി. അങ്ങനെ ഞാൻ കൂടിയിട്ട് ഞാൻ ഇതൊക്കെ വാച്ചിൽ നോക്കാതെ ഇതങ്ങ് പഠിച്ചു. അവിടെ ഞാൻ എന്ത് ചെയ്തു, നിങ്ങളുടെ ആദ്യം പറഞ്ഞ കഥ ഞാൻ ഒന്നും കൂടി ഓർമ്മിപ്പിക്കുക, പറയുന്നതല്ല. ആ ശില്പത്തിന്റെ ഒരു കഥയില്ലേ, നിന്റെ കയ്യിൽ നിന്ന് കുറെ കളയാനുണ്ടെന്ന് പറഞ്ഞ സാധനം, എന്റെ മടി കളയണം, എന്റെ കുറെ എന്താ പറയാ, അനോണി വെറുതെ ഉള്ള സമയം കളയണം. അങ്ങനെ നീ ഒന്ന് എന്റെ കൂടെ കൂടി എന്ന് പറഞ്ഞപ്പം ഞാൻ കുറെ സൽക്കാരം, എന്താ പറയാ, പ്രസവക്കൂട്ടല്, മിഠായി കൊടുക്കല്, ആ പരിപാടി, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കട്ട് ചെയ്ത് ഷമീർ സാറ് പറഞ്ഞതുപോലെ ഞാൻ എന്ത് ചെയ്തു, ഈ പ്രോഗ്രാമുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകാൻ തുടങ്ങി. ഇപ്പൊ എന്നെ പരിചയമുള്ള ഇതിലുള്ള പല ലീഡേഴ്സിനും, എന്നെ പരിചയമുള്ള അന്ന് മുതൽ ഇന്ന് വരെ കാണുന്ന പല